എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീശങ്കരാചാര്യ വിരചിത കാവ്യങ്ങളെക്കുറിച്ച് ഉള്ള വിശദമായ പഠന ക്ലാസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന ഈ പഠന ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിച്ചത് സൗന്ദര്യലഹരിയെ കുറിച്ചായിരുന്നു. സൗന്ദര്യലഹരിയെ വളരെ വ്യക്തവും വിശദമായ ക്ലാസ്സുകളിലൂടെ ഏതാണ്ട് 56 സെഷനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തന്നത് നമ്മുടെ ആചാര്യനായ ശ്രീ ജയകൃഷ്ണൻജി എന്ന ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരിയാണ്. നമുക്കറിയാം, ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ സാറിന്റെ വാക്കുകളിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ സൗന്ദര്യലഹരിയുടെ പഠന ഭാഗങ്ങൾ ഇന്നും പലരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ശ്രീശങ്കര സ്മൃതി ഒരു പ്രോഗ്രാമിൽ പത്തനംതിട്ടയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങൾ അവിടെ ചൊല്ലുകയുണ്ടായി. തീർച്ചയായിട്ടും ഇതുപോലുള്ള പഠന പരിപാടികൾ നമ്മളെ സംബന്ധിച്ച് ഈ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗീതങ്ങൾ മനസ്സിലെന്നും നിലയ്ക്കാതെ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് അർത്ഥം അറിഞ്ഞു പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ വിരചിത ഭജഗോവിന്ദം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ക്ലാസ് നമ്മളെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹീതമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനെ വിശദമായ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ആദ്യം ഗുരുസ്മരണയ്ക്കായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ സരസ്വതി ഓപ്പോളെ സ്വാഗതം ചെയ്യുകയാണ്. സരസ്വതി ഓപ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. അജ്ഞാനാന്ത ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാത് ഭവതവശിഖാ താപപാപാസ്യ മാനാം മുഗ്ധ്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പദന്തി ശംഭോ മൂർധി സരതി ഭുവനേ ശങ്കരാ ആചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ.
सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. जय शंकरा. സന്തോഷം ശ്രീ സരസ്വതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പഠന പരിപാടി ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏവരെയും സുസ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഔദ്യോഗികമായി തന്നെ ഒരു തുടക്കം കുറിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററും നമ്മുടെ പ്രിയങ്കരനായ മാധവേട്ടൻ എന്ന ശ്രീ മാധവൻ നമ്പൂതിരിയെ സാദരം ക്ഷണിക്കുകയാണ്. മാധവേട്ടൻ പ്ലീസ്. ജയശങ്കര, ഓരോരുത്തർക്കും പ്രത്യേകം നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നിസ്തുലമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോന്നിലും നമ്മളൊക്കെ പങ്കാളികളാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് പരശു കയറിയിട്ട് കാസർഗോഡ് ഇറങ്ങിയതേ ഉള്ളൂ. ഏതായാലും സ്റ്റേഷനിലെത്താൻ കഴിഞ്ഞു. ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും. ഏതായാലും അതും ദൈവനിയോഗം. നമുക്കറിയാം, അഹം ബ്രഹ്മാസ്മി ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സൗന്ദര്യ ലഹരി എന്നുള്ളത് ജീവിതത്തിന്റെ തന്നെ ഒരു ലഹരിയായിട്ട് നമുക്ക് മാറി അല്ലേ. കഴിഞ്ഞ ആദ്യത്തെ സെക്ഷനിലൂടെ ജഗദംബികയുടെ എല്ലാ തത്വങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ 100 ശ്ലോകങ്ങൾ അടങ്ങിയ ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള സൗന്ദര്യ ലഹരി എന്നിട്ട്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് സെക്ഷനിൽ ഭജഗോവിന്ദം ആണ് ഇന്ന് മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭജഗോവിന്ദത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൗന്ദര്യലഹരി ആ സെക്ഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒക്കെ ഇവിടെ ക്ലാസ് എടുത്തു തന്ന കൊടൽമന ജയകൃഷ്ണൻ നമ്പൂതിരിയെ പ്രത്യേകം എടുത്ത് അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ പ്രയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആദിശങ്കര എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. അതിൽ യാതൊരു വ്യത്യാസവും. വലിയവനെന്നോ ചെറിയവനെന്നോ അല്ല, യാതൊരു വ്യത്യാസവും. നമ്മളെല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് ആദിശങ്കരയുടെ ഓരോ പരിപാടി. പ്രത്യേകിച്ച് പിന്നെ സൗന്ദര്യലഹരി അതിൻ്റെ സൗന്ദര്യം കൊണ്ട് വളരെ ഗംഭീരായി. പ്രത്യേകിച്ച് അദ്ദേഹം കൊടൽമൻ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടലമന അറത്തിൽ ഭദ്രപുരം ക്ഷേത്രമുണ്ട്. സാധാരണ വിഷ്ണുനാരായണ നമ്പൂതിരി അല്ലേ കൊടലമന, അതിലൊക്കെ വരുന്നവരാണിത്. അറത്തിൽ ഭദ്രപുരം ക്ഷേത്രം. അപ്പോൾ ആ ജഗദംബികയുടെ പിന്നെ സ്ഥാനത്ത് നിന്നും പല സ്ഥലത്തേക്കായി ജോലിക്കായി പോയവരായിരിക്കണം കൊടലമന ഇല്ലക്കാരും. അപ്പോൾ ആദിശങ്കര കുടുംബം എന്നതുപോലെ ഒരു നാട്ടുകാരൻ കൂടിയാണ് എന്നല്ല, വല്ലാത്തൊരു സന്തോഷം ഉണ്ട്. അപ്പോ ഭജഗോവിന്ദം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരേ സമയത്ത് ജീവിതത്തിന്റെ അർത്ഥ ശൂന്യതയും ഒരേ സമയത്ത് ജീവിതത്തിന്റെ അർത്ഥ പൂർണ്ണതയും ഭജഗോവിന്ദത്തിലൂടെ നമുക്ക് കിട്ടുന്നു എന്നാണ്. അത് ഓരോരുത്തർ ചിന്തിക്കുമ്പോഴും പലതും നമുക്ക് ലഭിച്ചേക്കാം. ഏതായാലും അടുത്ത സെക്ഷനിൽ ഭജഗോവിന്ദാണ് വിചാരം ചെയ്യുന്നത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും കുറച്ച് വൈകി, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല ചില കാര്യങ്ങൾ. അപ്പോഴ് നളിനീ ദളഗത ജലമതിതരളം തത്വജീവിതം അതിശയസഫലം വിദ്യുർവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശ്ലോകഫലം ച സമസ്തം എന്നുള്ളതാണ്. അതുപോലെ ഭജഗോവിന്ദം ഭജഗോവിന്ദം സംപ്രാപ്തേ സന്നിഹിതേ കാലേ അല്ലെ നഹി നഹി രക്ഷതി ഡുഗുർഞ്ഞകരണേ.
പണ്ട് ഒരു PSC ഇന്റർവ്യൂവിന് എന്തോ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ പാണിനീയ സൂത്രത്തിൽ ആദ്യത്തെ സൂത്രം ഏതാണെന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാന്റെ ഉത്തരം പറഞ്ഞു, പക്ഷേ ഡുഗുർഞ്ഞ കരണേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാകരണത്തിനെ നിഷേധിക്കുന്നതല്ല, നിന്ദയോടുകൂടി കാണുന്നതല്ല, പക്ഷെ ജീവിതമാണ് പ്രധാനം. നമ്മുടെ തോണിക്കാരന്റെ കഥ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായോഗിക ജീവിതമാണ് പ്രധാനം എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അർത്ഥശൂന്യതയെയും നമുക്ക് കൈവരിക്കാം, അർത്ഥപൂർണതയെയും കൈവരിക്കാം. അപ്പൊ നമുക്കേതാ വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. അതിന് ഗോവിന്ദ ഭജനം ആണ് ഒരേ ഒരു പോംവഴി എന്നുള്ളതാണ് ഭജഗോവിന്ദത്തിലൂടെ പറയുന്നത്. കൂടുതൽ പറയുന്നില്ല, ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ശ്രീ JK ജിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും, പ്രത്യേകിച്ച് ആചാര്യനെയും, പ്രത്യേകിച്ച് സുരേഷ് ഏട്ടൻ ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്കൊക്കെ ചിലപ്പോൾ കൃത്യാന്തര ബാഹുല്യം കൊണ്ടാവാം, ചിലപ്പോൾ അത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതിൽ ക്ഷമിക്കണം. അത്രേ ഈ സമയത്ത് പറയാനുള്ളൂ. ഏതായാലും ജ്യോതിഷ്ജി, സുരേഷ് ഏട്ടൻ, സരസ്വതി ഗോപ്പോൾ എല്ലാവരും അപ്പൊ ഇതിനൊക്കെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ, വാമനേട്ടൻ, എല്ലാവരും, ഉഷയെടുത്തി എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഇന്ന് ഇവിടെ നമ്മുടെ സൂം മീറ്റിങ്ങിൽ 40-40ഓളം പേരുകൾ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊരു നല്ല പാഠമാവട്ടെ. നമുക്ക് കൂടുതൽ നമ്മുടെ വിചാരം ചെയ്യാനുള്ള ഒരു വേദിയായി തീരട്ടെ ഈ സൂം മീറ്റിംഗ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജയശങ്കരൻ. വളരെ സന്തോഷം മാധവേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഏകദേശം 37 പേരോളം ഇന്നത്തെ സൂം മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. നമുക്ക് കാവ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സും പ്രവൃത്തിയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്ന കാര്യവും പ്രത്യേകം സ്മരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അഹം ബ്രഹ്മാസ്മി എന്ന ക്ലാസ്, ഈ പഠന പരിപാടി നമുക്ക് ഇവിടെ ഏതാണ്ട് 1 വർഷത്തിലേറെയായി തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻജി എന്ന നമ്മുടെ ആചാര്യൻ, ഈ പരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജയകൃഷ്ണൻജിയെ കുറിച്ച് നമ്മുടെ ഓരോ പരിപാടിയിലും അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ മന്ത്ര ചൊല്ലുന്ന രീതി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അദ്ദേഹത്തെ ഒന്നുകൂടി പരിചയപ്പെടാൻ വേണ്ടി ഞാൻ നമ്മുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ശ്രീകല മധുവിനെ സാദരം ക്ഷണിക്കുകയാണ്. നമ്മുടെ ആചാര്യനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീകല മധു. നന്ദി സുരേഷ് ഏട്ടാ. അപ്പം JK എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ അടുത്ത കുടുംബ സുഹൃത്താണ് JK. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ്. അങ്ങനെയുള്ള ജയകൃഷ്ണൻ നമ്പൂതിരിയെ ഈ വേദിയിൽ പരിചയപ്പെടുത്താൻ ഒരു അവസരം ലഭിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. JK പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞ പോലെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അമരക്കാരനാണ്. പിന്നെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യവും ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തണ്ടെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ കുറച്ച് കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള ജീവിത രീതിയും അതുപോലെ ആധുനികതയും അതുപോലെ നമ്മുടെ പഴമയും ഒരുപോലെ സമാന്തരമായിട്ട്
വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഏത് ഭാഷയാണെങ്കിലും വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. ഇംഗ്ലീഷ് ആയാലും സംസ്കൃതം ആയാലും മലയാളവും ഒക്കെ. അതുപോലെ സൗന്ദര്യലഹരിയുടെ കാര്യം നിങ്ങൾ ഇവിടെ പറഞ്ഞു. ഞങ്ങള് ഒമാനിൽ വെച്ചാണ് JK ആയിട്ട് കൂടുതൽ എടുക്കുന്നത്. ആ സമയത്ത് അവിടെയും അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ ഗീത ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ആ ഗീത വ്യാഖ്യാനിച്ചു തന്നിരുന്നു. അപ്പം അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ വളരെ ആസ്വദിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ ഞങ്ങൾക്ക് പൂജയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ മാസത്തിലും. അതിലൊക്കെ ആണെങ്കിലും അദ്ദേഹമാണ് വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ കർമ്മ മേഖല എന്ന് പറയുന്നത് ഒമാൻ കേന്ദ്രീകരിച്ചിട്ട് ആഗോളതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ സംരംഭകനാണ് ജയകൃഷ്ണൻജി. ഊർജ മേഖലയാണ്, എനർജി സെക്ടർ, അതാണ് അദ്ദേഹത്തിന്റെ മേഖല. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുണ്ട്. കൂടാതെ MBA, PhD ഉണ്ട്. PhD കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യമൊന്നും, PhD ചെയ്യുന്ന കാര്യമൊന്നും ഞങ്ങളോട് പോലും ഒന്നും പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവുകളൊന്നും അദ്ദേഹം അങ്ങനെ പറയാറേ ഇല്ല. എല്ലാം വളരെ വൈകിയായിരിക്കും മിക്കവാറും ഞങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പം PhD ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ വൈദിക കാര്യങ്ങളിലൊക്കെ, അതായത് വേദത്തിൽ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട്. പിന്നെ ജ്യോതിഷ്, അദ്ദേഹം വളരെ ഒരു നല്ല വളരെ വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ജ്യോതിഷ ശാസ്ത്രത്തിൽ വളരെയധികം പാണ്ഡിത്യം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് അത് ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. അത് ഡൽഹിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അവിടെ ആളുകളുടെ തിരക്ക് കാരണം പിന്നെ അവസാനം നിർത്തേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആരോടും പറയാറില്ല എന്ന് പറഞ്ഞത് ജ്യോതിശാസ്ത്രം അറിയാന്ന്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷം അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് നിർത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളോട് അവിടുന്ന് എന്താ വെച്ചാൽ വൈഫാണ് പറഞ്ഞത് പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചപ്പം. അപ്പൊ അത്ര നല്ല രീതിയിലൊക്കെ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെയുള്ള ഈ പൂജകള് പറഞ്ഞ പോലെ ചടങ്ങുകള്, പിന്നെ ഈ വൈദിക വൃത്തികള് എല്ലാം, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ട്. അതുപോലെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറാണ്. അതുകൂടാതെ ശ്രീ രാഘവപുരം സഭ എന്ന് പറഞ്ഞ ആ സഭായോഗത്തിന്റെ ഉപദേശക സമിതിയിലെ ഒരാളാണ്. കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം, ഞങ്ങൾ ഒമാൻ താമസിച്ചിരുന്ന സമയത്ത് എന്ത് സഹായം ആര് വന്ന് പറഞ്ഞാലും ഒരു മടിയും കൂടാതെ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ, ഇപ്പൊ ജോലിയിലൊക്കെ എന്തെങ്കിലും വിഷമമുണ്ട്, അല്ലെങ്കിൽ അവിടെ താമസത്തിനൊക്കെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വരും, അദ്ദേഹം അടുത്ത് വരികയും അദ്ദേഹം ഒരു മടിയും കൂടാതെ എല്ലാം ചെയ്തു കൊടുക്കും. ഇവിടെ തന്നെ ഇവിടെയും അങ്ങനെ പലർക്കും ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താ മുമ്പിൽ വെച്ചാണെങ്കിൽ കാണാറുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. ഇതൊക്കെ നമ്മളുടെ ഒരു വലിയ ഭാഗ്യമാണ്, ഇങ്ങനെയുള്ള ഒരാള് നമ്മളുടെ ഈ സംഘടനയുടെ മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു മാതൃകയായിട്ട് അദ്ദേഹം ഉണ്ട് എപ്പോഴും കൂടെ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് JK കുറിച്ച് പറയാനുള്ളത്. നമസ്കാരം. വളരെ സന്തോഷം ശ്രീകലാജി. ജയകൃഷ്ണൻജിയെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നു 1985-86 കാലത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം VTB കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ KKS നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. അദ്ദേഹവും അതിന്റെ ആ എന്താ പറയുക പാണ്ഡിത്യം ഒരു നല്ല അളവിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള അദ്ദേഹം വളരെയേറെ കാര്യങ്ങളിൽ അറിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ അന്ന് ഏറെയൊന്നും അല്ലെങ്കിൽ പോലും നേരിട്ട് കാണാനും നേരിട്ട് പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്താണ്
ജയകൃഷ്ണൻജിയെ നേരിട്ട് കാണുന്നതും അങ്ങനെ ഒരു പരിചയം ഈ ഓൺലൈൻ മാധ്യമത്തിൽ കൂടിയാണ് അത് തുടങ്ങിയത്. അതുപോലെ തന്നെ അമ്മ ഇവിടെ നമ്മുടെ സ്ഥിരമായിട്ട് ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നയാളാണ്. ചാർധാം യാത്രയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഞങ്ങളെക്കാൾ മുമ്പിൽ സഞ്ചരിച്ച ആൾ കൂടിയാണ് അമ്മ. തീർച്ചയായിട്ടും അതുപോലെ സഹോദരൻ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, കേരളത്തിലെ ആയുർവേദ രംഗത്ത് അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരി. അതുപോലെ സഹോദരി വിദ്യ, ഇവരെയൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെ കാണുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും ആ ഐശ്വര്യം ഞങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് ഈ ഓരോ പഠനത്തിൽ കൂടി ഈശ്വരാനുഗ്രഹം ഞങ്ങൾക്കും കൂടി സാധ്യമാക്കി തരുന്ന ശ്രീ ജയകൃഷ്ണൻ ജിയെ സാദരം ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് ക്ഷണിക്കുകയാണ്. ജയശങ്കർ. ജയശങ്കര ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തി യതിയഃ. സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതു മേ സദാ. ഹരിശ്രീ ഗണപതേ നമഃ. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങളോടുകൂടിയ നമസ്കാരം. സകല എല്ലാ സനാതന ധർമ്മ പ്രവർത്തകർക്കും അതിനെ ആചരിക്കുന്നവർക്കും വിനീതമായ നമസ്കാരം. സത്യത്തിൽ ഇന്നിപ്പോൾ എനിക്കിവിടെ ഇത് കണ്ടപ്പോൾ, ഇതെല്ലാം പറയുന്ന കേട്ടപ്പോൾ ഒരു പുതിയ പുതുമ തോന്നുന്നത്, അനവധി പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം സത്യത്തിൽ ഒരു ശ്ലോകമാണ് ഓർമ്മ വന്നത്. പേരാളും പന്തളോർവി പതിയുടെ സഭയിൽ സ്വർണസിംഹാസനത്തിൽ ധാരാളം പണ്ഡിതന്മാരുടെ നടുവിൽ എഴുന്നള്ളി മോതാലിരുന്ന് എന്നാണ്. അപ്പൊ അനേകം പണ്ഡിതന്മാർ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിനിടയ്ക്കോട്ട് ഞാനൊന്ന് വന്ന് ഇറങ്ങിയ പോലൊരു തോന്നലാണ് സത്യത്തിൽ എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം മാധവൻ ചേട്ടനൊക്കെ പറഞ്ഞു, വാമനേട്ടനൊക്കെ ഒന്നും മിണ്ടിയിട്ടില്ല. ഉഷയോപ്പോളുണ്ട്, ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, അനവധി പേരെടുക്കുന്നില്ല, കലയോപ്പോളുണ്ട്. അനവധി സനാതനധർമ്മങ്ങളെക്കുറിച്ചും സംസ്കൃതിയെക്കുറിച്ചും വളരെ മനോഹരമായി ഗ്രഹണം ചെയ്യുവാൻ കഴിവുള്ള ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഇന്നിവിടെയുണ്ട്. അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ നമ്മൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ ആ മഹാകാവ്യം നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 56 ക്ലാസ്സുകൾ കൊണ്ട് നമുക്കേവർക്കും ഉപാസിക്കണം, അർത്ഥമറിഞ്ഞ് ഭഗവതിയെ ഉപാസിക്കണം എന്ന ഏക ലക്ഷ്യത്തോടുകൂടി അർത്ഥമറിഞ്ഞ് ശ്ലോകങ്ങളെയെല്ലാം പഠിക്കുവാൻ 100 ശ്ലോകങ്ങളെയും നാം പഠിക്കുവാൻ ശ്രമിച്ചു. അത് പഠിക്കുക മാത്രമല്ല, പഠിതാക്കളായി ഉണ്ടായിരുന്നതിൽ പലരും തന്നെ നിത്യം അതിനെ ഉപാസിക്കുന്നു എന്നും കൂടി അറിയുന്നതിൽ അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. അത് വളരെ അനുഗ്രഹമാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവന പര എന്നാണ് ശങ്കരവാക്യം. ഒരു ദിവസം ജ്യോതിഷനെ വിളിച്ചു, ചേട്ടാ നമുക്കൊരു ക്ലാസ് നടത്തണം. അത് എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അഹം ബ്രഹ്മാസ്മി? അപ്പൊ പറഞ്ഞു, നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നല്ലേ ചേട്ടാ. അപ്പോ അത് വേദാന്ത ചിന്തയും ഭാരതീയ സംസ്കാരത്തെയും പുനരുജ്ജീവിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഒരു
ആചാര്യൻ, പ്രമുഖനായ ആചാര്യൻ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളല്ലേ, അദ്ദേഹത്തിൻ്റെ കൃതികൾ അർത്ഥമറിഞ്ഞ് പഠിക്കുവാൻ നമുക്കൊരു നല്ലൊരു ആചാര്യനെ വേണം, അർത്ഥമറിഞ്ഞ് പഠിക്കുവാൻ. അപ്പോൾ അതുകൂടാതെ ദിഗ്വിജയം എന്ന രീതിയിൽ നാം പഠിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് താത്വികമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് പണ്ഡിതവരേണ്യായിരിക്കുന്ന സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ ഒരു ഉപാസനാ രീതിയിൽ ചില കൃതികളെയൊക്കെ നമുക്ക് അർത്ഥമറിഞ്ഞ് പഠിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കുറേശ്ശെ ഒന്ന് ശ്രമിച്ച് നോക്കണമെന്ന് ചോദിച്ചാൽ അത് മതി. ഞാൻ പറഞ്ഞാൽ അങ്ങനെ അത് പോരാ, ഇല്ലില്ല ജേട്ടൻ മതി തുടങ്ങും. അങ്ങനെ പറഞ്ഞ ആ ജ്യോതിഷിൻ്റെ ഒരു മോട്ടിവേഷനിലാണ് നാം അഹം ബ്രഹ്മാസ്മിയിലെ ആദ്യത്തെ സെഷനായ സൗന്ദര്യലഹരി 100 ക്ലാസ്സും നമുക്ക് ഏവർക്കും അർത്ഥമറിഞ്ഞ് പഠിക്കുവാനായിട്ട് ഉള്ള ഒരു ദുസ്സാഹസത്തിന് മുതിർന്നത്. ശങ്കരാചാര്യ വിരചിതമായ കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദുസ്സാഹസമാണ്. അതിനുള്ള പാണ്ഡിത്യമോ പവിത്രതയോ ഒന്നും എത്തിച്ചേരാൻ വലിയ ദുർഘടമാണ്. അങ്ങനെ സഗുണ നിർഗുണോപാസനകളുടെ ആധികാരികമായ അല്ലെങ്കിൽ ഭേദാധിഷ്ഠിതമായിരിക്കുന്ന ആ സമ്പ്രദായത്തെ നാം ഭംഗിയായിട്ട് പഠിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പം അന്ന് നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പലപ്പോഴും തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ന് വീണ്ടും ഒരു 2ാമത്തെ സെഷൻ എന്ന രീതിയിൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആചാര്യസ്വാമികളെ കൂടി കൂട്ടി ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെയാണല്ലോ നാം അതിനെ ഊട്ടി ഉറപ്പിക്കുന്നത്. ജഗദ്ഗുരു ആദിശങ്കരനെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ ജനിച്ചിരിക്കുന്നത് കേരളത്തിലാണെന്നും കാലടിയിലാണെന്നും അതിന് ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിദ്വാൻമാരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ കേരളത്തിലാണ് ജനിച്ചത്, കാലടിയിലാണ് എന്നുള്ളതിന് വളരെ ഒരു ശ്ലോകവ്യാഖ്യാനം കിട്ടുന്നിരിക്കുന്നത് ദേശേ കാലടി നാംനി കേരളധര ശോഭങ്കരേ സദ്വിജോ ജാതശ്രീപതി മന്ദിരസ്യ സവിധേ സർവജ്ഞതാം പ്രാപ്തവാൻ ഭൂത്വാ ഷോഡശവത്സരേ യതിവരോ ഗത്വാ ബദര്യാശ്രമം കർത്താ ഭാഷ്യതിബന്ധനസ്യ സുകവി ശ്രീശങ്കരപ്പാതുവ എന്നാണ്. അപ്പോൾ 16 വയസ്സ് വരെ മാത്രമാണ് ആദിശങ്കരാചാര്യ സ്വാമികൾക്ക് ആയുസ്സുണ്ടായിരുന്നത് എന്നാണ്. 16ാമത്തെ വയസ്സിൽ അദ്ദേഹം ബദര്യാശ്രമത്തിൽ എത്തുകയും വ്യാസഭഗവാനെ കാണുകയും ഉണ്ടായി എന്നുള്ളതാണ്. വ്യാസഭഗവാൻ അദ്ദേഹത്തിന് 16 വയസ്സ് കൂടി നീട്ടിക്കൊടുത്തു. അങ്ങനെയാണ് 32 വയസ്സ് വരെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ ജീവിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ ഈ 32 വയസ്സിനുള്ളിൽ അദ്ദേഹം എന്താണ് അഷ്ടവർഗേ ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിത് ഷോഡശേ കൃതവൻ ഭാഷ്യം ദ്വാത്രം ശകേ മുനിരഭ്യക. അതായത് അഷ്ടവർഗേ ചതുർവേദി 8 വയസ്സിനുള്ളിൽ 4 വേദങ്ങളും അദ്ദേഹം ഹൃദിസ്ഥമാക്കി. ഏതൊക്കെയാണ്? ഋക്ക്, യജുസ്, സാമം, അഥർവം. വേദങ്ങൾ ഒന്നേ ഉള്ളൂ, പക്ഷെ ആ വേദത്തിനെ 4ആയിട്ട് വ്യാസൻ പകുത്തു എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആ 4 വേദങ്ങളെയും ശങ്കരാചാര്യ സ്വാമികൾ ഹൃദിസ്ഥമാക്കി 8 വയസ്സിനുള്ളിൽ. പിന്നീടോ ദ്വാദശേ 12ാം വയസ്സിനുള്ളിൽ എന്താണ്? സർവശാസ്ത്ര വിശാരദ. അവർ സർവശാസ്ത്രങ്ങളെയും അദ്ദേഹം വശത്താക്കി 12 വയസ്സോടുകൂടി എന്നുള്ളതാണ്. അതും വേദം മാത്രമല്ല, വേദാന്തങ്ങളുണ്ട്. വേദാംഗങ്ങളായിട്ടിരിക്കുന്ന ഛന്ദസ്, അതേപോലെ തന്നെ ജ്യോതിഷം, ഗോളം, നിമിത്തം, ഇങ്ങനെയെല്ലാം ഉണ്ട്. വേദ ഉപനിഷത്തുകൾ, ഇവയെല്ലാം അദ്ദേഹം ഹൃദിസ്ഥമാക്കി. അതുമാത്രമല്ല, ഷോഡശേ കൃതവാൻ ഭാഷ്യം. അദ്ദേഹം 16 വയസ്സായപ്പോഴേക്ക് ഭാഷ്യം രചിച്ചു എന്നുള്ളതാണ്. എന്തിനാണ്? അദ്ദേഹം ബ്രഹ്മസൂത്രം എഴുതിയിരിക്കുന്നത് വ്യാസനാണ്. ആ വ്യാസന്റെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു എന്നാണ്. അതുകൂടാതെ ദശോപനിഷത്തുകൾ, 10 ഉപനിഷത്തുകൾ. ആ 10 ഉപനിഷത്തുകൾ ഏതൊക്കെയാണ്? കഠോപനിഷത്ത്, ഈശോപനിഷത്ത്, കഠോപനിഷത്ത്, കേനോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകം, മാണ്ഡൂക്യം, പ്രശ്നം, ഐതരേയം, തൈത്തിരീയം,
ഇവയ്ക്ക് അത് കൂടാതെ ഭഗവത്ഗീത ഇവയ്ക്ക് ഭാഷ്യം എഴുതി. അങ്ങനെ ദശോപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം രചിച്ചു. ഇതിനെയാണ് പിൽക്കാലത്ത് പ്രസ്ഥാനത്രയി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഇത്രയെല്ലാം ഈ 32 വയസ്സുകൊണ്ട്, അതുമാത്രമല്ല ഭാരതമെമ്പാടും 3 പ്രാവശ്യം യാത്ര ചെയ്ത് ആദ്യത്തെ നാഷണൽ ഇൻ്റഗ്രേഷൻ നടത്തിയത് ആചാര്യസ്വാമികളാണ് എന്നാണ്. അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതൊക്കെ നമുക്കറിയാം അല്ലേ? ശൃംഗേരിയിലും കേദാരത്തിലും ഇതെല്ലാം നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ദ്വാരകയിലുമൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനകാലത്തിന് മാത്രമേ വിദ്വാൻമാരുടെ ഇടയിൽ ഒരു ഏക അഭിപ്രായം ഇല്ലാത്തത്. അദ്ദേഹത്തിൻ്റെ ജനനം BC 504 ആണ് എന്ന് പറയുന്നു. BC 504 മുതൽ 528 അങ്ങനെയുള്ള 32 വർഷമാണ് എന്ന് ഒരു കാലം പറയുന്നു. അതുമാത്രമല്ല AD 788 മുതൽ 820 AD ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നു. അതല്ല AD 805 മുതൽ 837 വരെയുള്ള കാലഘട്ടങ്ങളാണ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഏത് കാലഘട്ടമായിരുന്നാലും ഉണ്ടായിരുന്ന ഒന്ന്, കാരണം ഇതിനകത്ത് ശൃംഗേരിയുടെ റെക്കോർഡിൽ, അതേപോലെ ശ്രീ രാഘവപുരം സഭായോഗത്തിൻ്റെ റെക്കോർഡിലുമൊക്കെ BC 504 പല കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോഴും എനിക്ക് BC 504 എന്നുള്ള ചിന്തയിലോട്ട് വരുവാനാണ് എനിക്കും താല്പര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് AD 788 എന്നാണ് ഇപ്പോൾ സാമാന്യമായി കണ്ടുവരുന്നത്. കാരണം ആചാര്യസ്വാമിയുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോൾ സരസ്വതിയോ പ്പോൾ നമ്മളുടെ പ്രാർത്ഥനാഗീതം ചൊല്ലി. എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടായത്? അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. സാക്ഷാൽ ദക്ഷിണാമൂർത്തി വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായി ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അക്കാലത്ത് അജ്ഞാനം വളരെയധികം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ അജ്ഞാനത്തിനെ തുടച്ചു നിൽക്കുവാനായിട്ട്, എന്താണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്? ശങ്കരാചാര്യസ്വാമികളുടെ കാലഘട്ടത്തിലാണ് ബുദ്ധമതം ഒരുപാട് വളർന്നു വന്നതും പിന്നീട് ആ ബുദ്ധമതത്തിന് വളരെയധികം ക്ഷയം സംഭവിച്ചു. അതെങ്ങനെയാണ്? വജ്രയാനന്മാരെന്നും സഹജയാനന്മാരെന്നും മഹായാനന്മാരെന്നും അതേപോലെ തന്നെ കാപാലിക മതങ്ങളും ഇങ്ങനെയെല്ലാം രൂപവൽകൃതമായി മാറി. അങ്ങനെ ആ ബുദ്ധമതത്തിൻ്റെ രൂപം വളരെ വൈകൃതമായി തീർന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം അതേ കാലഘട്ടത്തിൽ തന്നെ ആണ് ജൈനമതവും അത്യധികം ക്ഷയിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുധർമ്മവും ഹൈന്ദവതയും സനാതനധർമ്മവും ആരും പരിപാലിക്കാതെ ഒട്ടും അതിനെ സന്ധ്യയ്ക്ക് നമ്മൾ TV കണ്ടുകൊണ്ടിരുന്ന പോലെയായി എന്നർത്ഥം. നമ്മൾ അതിനെ ഒന്നും പരിപാലിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു കാലഘട്ടം. അങ്ങനെ അജ്ഞാനം കൊണ്ട് മാത്രം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യ സ്വാമികൾ സാക്ഷാൽ പരമശിവൻ, ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ അദ്ദേഹത്തിൻ്റെ ആ ധ്യാനത്തെ വെടിഞ്ഞിട്ട് ഭൂമിയിൽ, ഭാരതത്തിൽ, കേരളത്തിൽ, കൊച്ചു കാലടിയിൽ ചൂർണ നദിയുടെ തീരത്ത് ശങ്കരാചാര്യ സ്വാമികളായിട്ട് വന്ന് എത്തിയത്. അപ്പം നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ ധർമ്മത്തിന് ക്ഷയം വരുമ്പോൾ സൃജാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അപ്പോൾ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടാവുക. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികളും കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം ഭാരതമെമ്പാടും നമ്മൾ പറഞ്ഞു അഷ്ടവർഗേ ചതുർവേദി എന്ന് പറഞ്ഞു. ആ ശങ്കരാചാര്യ സ്വാമികൾ 32 വയസ്സിനുള്ളിൽ ശതഛിദ്രമായിരിക്കുന്ന, ഞാൻ പറഞ്ഞു വളരെ മോശമായിരുന്നു ഹൈന്ദവത എന്നുള്ളത്, അങ്ങനെ ആ ശതഛിദ്രമായിരിക്കുന്ന അമൃതകലശം പോലെ വളരെ വികലമായി കഴിഞ്ഞിരുന്ന ആ സനാതനധർമ്മത്തെ അദ്ദേഹം എന്താണ് വളരെ അന്യൂനമായിട്ട് ഉപനിഷത്ത് സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ ഉപനിഷത്ത് പ്രതിപാദിതമായിരിക്കുന്ന വേദാന്തങ്ങളുടെ ഭദ്രമായ അടിത്തറയിൽ അരക്കിട്ടുറപ്പിച്ചു എന്നുള്ളതാണ് ശങ്കരാചാര്യ സ്വാമികൾ ചെയ്തത്. അപ്പോൾ
അദ്ദേഹം അതാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, അല്ലെങ്കിൽ ജീവാത്മാവിൽ നിന്നുകൊണ്ട് പരമാത്മാവിലെത്തുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞ അദ്വൈത സിദ്ധാന്തം അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. എന്തിനു വേണ്ടിയാണ്? ശങ്കരോതി ഇത് ശങ്കര, എല്ലാവർക്കും മംഗളമുണ്ടാകണം എന്ന് മംഗളമാണ്. അങ്ങനെ മംഗളമുണ്ടാകുക എന്ന അർത്ഥത്തോടു കൂടിയാണ് അദ്ദേഹം അത് നമുക്ക് പറഞ്ഞു തന്നത് എന്നാണ്. മൃത്യുവാണ്, അല്ലെങ്കിൽ മൃത്യുവിനെ കുറിച്ചുള്ള ഭയമാണ് സമസ്ത ദുഃഖങ്ങൾക്കും കാരണം. ആ ആത്മാവിന് മരണമില്ലെന്നും അത് അംശാവതാരമായിട്ടും ആവേശാവതാരമായിട്ടും കലാവതാരമായിട്ടും പുണ്യാവതാരമായിട്ടും പൂർണ്ണപുണ്യാവതാരമായിട്ടും ജനനമരണങ്ങളുടെ ആ ചക്രികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്താണ്? ബ്രഹ്മവിദ്യയെ അറിയണം. ബ്രഹ്മവിദ്യയെ അറിയുക മാത്രമല്ല, പക്ഷെ അതോടൊപ്പം തന്നെ അപ്പോൾ പിന്നെ മറ്റൊന്നും പഠിക്കണ്ടേ? അല്ല, അതും വേണം. പരാവിദ്യ അപരാവിദ്യ, ഈ രണ്ട് വിദ്യകളും ഇതൊക്കെ നമ്മൾ പലർക്കും വളരെ ഭംഗിയായിട്ട് അറിയാവുന്നതാണ്. നാം ഈ കേട്ട് പഠിക്കുന്നതും എല്ലാം തന്നെ അപരാവിദ്യകളാണ്, അല്ലേ? അപ്പോൾ ഈ അപരാവിദ്യകളും അതേപോലെ തന്നെ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അജ്ഞാനസ്യ നിവർത്യസ്യ, അദ്ദേഹത്തിൻ്റെ സർവവേദാന്ത സാര സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്, അജ്ഞാനസ്യ നിവർത്യസ്യ ജ്ഞാനോ നൈവന കർമ്മണ. എന്നാൽ ഭഗവത്ഗീതയിൽ കർമ്മകാണ്ഡത്തെക്കുറിച്ച് പറയുന്നു, ജ്ഞാനകാണ്ഡത്തെക്കുറിച്ച് പറയുന്നു. കർമ്മം അനിവാര്യമാണ്, പക്ഷെ എന്നിരുന്നാലും അജ്ഞാനത്തെ തുടച്ചു നീക്കണത്തിൽ ജ്ഞാനത്തിന് മാത്രമേ ഒരു സാധ്യതയുള്ളൂ. അപ്പം കർമ്മം ചെയ്യുകയും ജ്ഞാനസമ്പാദനം അനിവാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടോ ജീവാത്മാവും പ്രപഞ്ചാത്മാവും ഒന്നു തന്നെ എന്ന അദ്വൈതത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്നിരുന്നാലും ഈ ദാർശനികമായ വിഷയങ്ങൾ മാത്രമല്ല, അത് ആ വിഷയങ്ങളെ ഉൾക്കൊണ്ടുള്ള ആ വിവാദങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങൾക്കെല്ലാം ഉപരി ഭക്തി, ഏകാന്തമായ ഒരു ഭക്തിമാർഗം, അത് സ്വീകരിക്കണം. അത് മാത്രമേ സത്യമായ ബ്രഹ്മത്തിലേക്ക് എത്തുവാൻ പറ്റുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്വൈത സിദ്ധാന്തം നമുക്ക് പറഞ്ഞു തരികയും അത് സൈദ്ധാന്തികമാണ്. അതിലോട്ട് എത്തിച്ചേരുവാൻ എന്തു വേണം? ജ്ഞാനം വേണം, എല്ലാം വേണം. ജ്ഞാനം വേണം, കർമ്മം വേണം, ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നതോടൊപ്പം തന്നെ ഭക്തിമാർഗം ഉണ്ടാവണം എന്നുകൂടി അദ്ദേഹം ഉദ്ഘോഷിച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പല കൃതികളും അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, എന്താണ് 32 വയസ്സോടുകൂടി അദ്ദേഹം അനവധി കൃതികൾ രചിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂലഗ്രന്ഥങ്ങൾ ഏതാണ്ട് 33 മൂലഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നാണ്. അതിൽ തന്നെ വളരെ പ്രശസ്തമായ ഒന്നാണ് വിവേക ചൂടാമണി. സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് നമുക്കതും പഠിക്കാൻ ശ്രമിക്കാം. വിവേക ചൂടാമണി. അതേപോലെ സ്തോത്രകൃതികൾ 62 എന്ന് പറയുന്നു, 64 എന്ന് പറയുന്നു. 62 എൻ്റെ അറിവിൽ എഴുതി എടുത്ത് എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി 2 എന്താണെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. ഏതായാലും 62 64 സ്തോത്രകൃതികൾ ഉണ്ട് എന്ന് പറയുന്നു. ഈ സ്തോത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നോക്കൂ. ഏകദൈവ വിശ്വാസമാണ് അദ്വൈതം എന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ഭക്തിമാർഗം ആർക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, ഏതിൽ ബ്രഹ്മത്തിലേക്ക് എത്തുവാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ദേവീ സ്തോത്രം, ഗണേശ സ്തോത്രം, ശിവസ്തോത്രം, വിഷ്ണു സ്തോത്രം, സുബ്രഹ്മണ്യ സ്തോത്രം, പിന്നീട് വിവിധ ദേവതാദേവന്മാരുടെ സ്തോത്രം, ഇങ്ങനെ 6 വിധിയിലായിട്ട് ഈ പറയുന്ന 62 സ്തോത്രങ്ങളോളം രചിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതുകൂടാതെ തന്നെ പ്രപഞ്ചസാരം, സപര്യാഗ്രഹം എന്ന മന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതാണ്ട് 32ഓളം പഠനങ്ങൾ, വോള്യൂംസ് ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പം ഇതിനകത്ത് ഇത് പറയുമ്പോൾ സത്യത്തിൽ ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ എനിക്ക് സനൽകുമാരന്മാരോട് ശൗനകൻ ചോദിക്കുന്ന ചോദ്യമാണ്. അത് ചോദിക്കുമ്പോൾ സനൽകുമാരന് ഉത്തരം കൊടുക്കുന്നു, എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്നുള്ള ചോദ്യത്തിന് പറയുന്നുണ്ട്, ദ്വേ വിദ്യേ വേദിതവ്യേ എന്നാണ്. ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മി ബ്രഹ്മവിദോ വദതി എന്നാണ്. അപ്പം 2 വിദ്യകൾ പഠിക്കണം ബ്രഹ്മവിദ്വാനായി മാറണമെങ്കിൽ. എന്താണത്? പരാവിദ്യ അപരാവിദ്യ എന്നാണ്. ഈ അപരാവിദ്യയാണ് ഈ നാം പഠിക്കുന്നതെല്ലാം, വേദങ്ങളും അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്നതും എഞ്ചിനീയറിംഗ് ആയി മെഡിസിനായി നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ധരിക്കുന്ന ഈ അറിവുകളും എല്ലാം തന്നെ അപരാവിദ്യകളാണ്. പക്ഷേ പിന്നീട് വന്നോ പരാവിദ്യ എന്നുള്ളതാണ്. എന്തിനാണ് ഇതിപ്പോൾ പറഞ്ഞത്? ഭജഗോവിന്ദം എന്ന ആ കൃതിയിലോട്ട് എത്തിച്ചേരുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ആ പരാവിദ്യ, ബ്രഹ്മത്തെ അറിയുവാൻ
ഉള്ള ബൃഹത്തായ ഒരു വഴി എന്ന് പറയുന്നത് ഭക്തി, ആ ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഭഗവത് ഭജനമാണ് സത്യത്തിൽ ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരുക. അല്ലെങ്കിലോ ഈ കാണുന്ന ജഗത്തെല്ലാം മിഥ്യയാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ വളരെ ലഘുവായ ഒരു കൃതിയാണ് ഈ പറയുന്ന ഏത് ഭജഗോവിന്ദം. സാധാരണ ഈ അതിന് പ്രകരണ ഗ്രന്ഥങ്ങൾ ശങ്കരാചാര്യസ്വാമികൾ രചിച്ചിട്ടുണ്ട്. അത് ശ്ലോക രൂപത്തിലുണ്ട്, അതുപോലെ തന്നെ അത് എന്താണ് നമ്മൾ പറയുന്നത് പ്രോസ് ആയിട്ടുള്ള രീതിയിലുണ്ട്. പിന്നെ ഒരു ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്ലോകമായിട്ടുള്ളത് ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ്ട് 1006ഓളം ശ്ലോകങ്ങളായിട്ടുള്ളതുണ്ട്. ഒറ്റ ശ്ലോകമായിട്ടുള്ളത് നമ്മൾ പണ്ട് എപ്പോഴും പറയാറുണ്ട് അല്ലേ. കിം ജ്യോതിസ്തവ ഭാനുമാന ഹനിമേ രാത്രോ പ്രദീപാദികം ശാദേവം രവിദീപ ദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലിനാദിസമയേ കിം ധീരധീയോ ദർശനേ കിം തത്രാമതഹോ ഭവൻ പരമകം ജ്യോതിസ്തദശ്മി പ്രഭോ. അപ്പോൾ സൂര്യോദയ സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംസാരമാണ്. ഇതിങ്ങനെയുള്ള ഒറ്റ ഇതിലുള്ള പ്രകരണ ഗ്രന്ഥം. അതുകൂടാതെ 1006ഓളം ഉണ്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ, 1006ഓളം ശ്ലോകങ്ങളുള്ള പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. ഭജഗോവിന്ദം ഈ പ്രകരണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഭജഗോവിന്ദം എന്ന് പറയുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രകരണ ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നു. വേദാന്ത ശാസ്ത്രങ്ങളിലെല്ലാം അനേക കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇവയെല്ലാം ഒന്നിച്ച് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുവാൻ പാടായതുകൊണ്ട് ഏതെങ്കിലും ചില കാര്യങ്ങളെ പ്രത്യേകമായിട്ടെടുത്ത് ശാസ്ത്രേകദേശ സംബന്ധേ എന്നാണ്, ഒരു ശാസ്ത്രത്തിൻ്റെ കാര്യത്തെ എടുത്ത് അതുമാത്രം വിശദമായി വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയാണ് ഈ അല്ലെങ്കിൽ ഒരു ഉപന്യാസം ആ രീതിയിലോ ശ്ലോക രീതിയിലോ പഠിക്കുന്ന ഒന്നാണ് ഈ പ്രകരണം എന്ന് പറയുന്നത്. അത് വിഷ്ണുധർമ്മോത്തര പുരാണത്തിലാണ് ഈ പ്രകരണത്തിന് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നതാണ്. ശാസ്ത്രീക ദേശ സംബന്ധം ശാസ്ത്രകാര്യാന്തരേ സ്ഥിതം ആഹു പ്രകരണം നാമ ഗ്രന്ഥഭേദം വിപസ്ഥിത എന്നാണ്. അപ്പോ ഇതാണ് പ്രകരണ ഗ്രന്ഥം. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഭജഗോവിന്ദം എന്ന് പറയുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞുകൊണ്ട് സമയം അതിക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഭജഗോവിന്ദം ഒന്ന് ക്ലാസ് എടുക്കണമല്ലോ ഇനിയിപ്പം. അപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ ഇത്രയെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് സംസാരിച്ചുകൊണ്ട് ഈ ഭജഗോവിന്ദം എന്ന കൃതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? അദ്ദേഹം കാശിയിൽ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പം അതാണ് അതിൻ്റെ ഈ ഭജഗോവിന്ദം രചിക്കുവാനുണ്ടായ ഹേതു എന്ന് പറയുന്നു. ചിലർ പറയുന്നു ഭജഗോവിന്ദം രചിച്ചത് ശൃംഗേരിയിലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു കാശിയിൽ വെച്ചാണെന്ന് പറയുന്നു. ഏതായാലും കഥ പക്ഷേ കാശിയിൽ ഉണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരിക്കൽ സ്വാമി കാശിയിലെ തെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കവേ വ്യാകരണ സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു വയസ്സായ മനുഷ്യൻ ഒരു വൈയാകരണനെ കണ്ടുമുട്ടുകയാണ്. വൈയാകരണ ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാധവേട്ടൻ പറഞ്ഞ പോലെ പാണിനീയ സൂത്രത്തിലെ ഒരു വാക്കാണ് ഡുഗ്രഞ്ചകരണേ എന്നാണ്. ഒരു എന്താണ് പദാർത്ഥ പാഠഭേദം എന്ന് പറയാം. ഡുഗ്രഞ്ച് എന്ന് പറഞ്ഞാൽ കൃത്തം, അതാ ഒരു ധാതുവാണ്, ധാതുപാഠം ആണ് ഡുഗ്രഞ്ചകരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൃ എന്നുള്ളത് കർമ്മം എന്നുള്ളതിൽ നിന്നാണ്. സംസ്കൃതം പഠിക്കുന്നവർക്കറിയാം, അതുകൊണ്ടാണ് മാധവേട്ടൻ അത് ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ പാണിനീയ സൂത്രത്തെ ഉദ്ധരിച്ചതും. അപ്പോൾ പാണിനീയ സൂത്രത്തിലെ 8ാം വികരണമാണ് ഇത്. അപ്പോൾ അതിങ്ങനെ ഡുഗ്രഞ്ചകരണേ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ആ വ്യാകരണ സൂത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹത്തിനോട് അതൊരു മൂഢത്വമല്ലേ എന്ന രീതിയിൽ ഒരു ഉപദേശം എന്ന മട്ടിലാണ് ശങ്കരാചാര്യസ്വാമികൾ ഭജഗോവിന്ദൻ രചിച്ചത് എന്നാണ്. പിന്നീട് ഈ ഭജഗോവിന്ദത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകരണ ഗ്രന്ഥങ്ങളിൽ 1 മുതൽ 106ഓളം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ 33 ശ്ലോകങ്ങളാണ് ആചാര്യസ്വാമികൾ രചിച്ചിരിക്കുന്നത്. ഈ തൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഗോവിന്ദ പാദാചാര്യരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കൂടെ സ്മരിക്കുന്ന ഒരു ശ്ലോകമായിട്ട് ആചാര്യന്മാർ ഇതിനെ ശ്രീ ഗോവിന്ദ ഭഗവത് പാദരുടെ കൂടെ സ്മരിക്കുന്നതായിട്ടാണ് എന്ന് മറ്റ് ആചാര്യ മതങ്ങളുണ്ട്. പല ആചാര്യന്മാരും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം ഇതിനകത്ത് തന്നെ മറ്റു വ്യാഖ്യാനം, ഇത് 2 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ആകെയുള്ളത് 33 ശ്ലോകങ്ങളാണ്. ഭജഗോവിന്ദത്തിൽ കണ്ടുവരുന്നത് 33 ശ്ലോകങ്ങളാണ്. അതിനെ ഒന്ന് ദ്വാദശ പഞ്ചരികാ സ്തോത്രം എന്ന് പറയുന്നു. അത് ദ്വാദശം എന്ന് പറഞ്ഞാൽ എന്താണ്? 12ആണ്. ഈ പഞ്ചരിക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ കൂട് എന്നൊക്കെയാണ് പറയുന്നത്. ആ കൂട് എന്താണെന്നുള്ളത് മോഹക്കൂട് എന്നുള്ളതാണ്. ആ മോഹക്കൂടിനെ നശിപ്പിക്കുന്ന ഒന്നായിട്ടാണ്, ആ മോഹത്തെ നശിപ്പിക്കുന്ന മോഹമുദ്ഗരം എന്നൊരു പേരും കൂടിയുണ്ട്. കാരണം മുദ്ഗരം എന്ന് പറഞ്ഞാൽ ചുറ്റികാന്നോ ഉലക്ക എന്നോ അല്ലെങ്കിൽ ഈ മുള്ളു ചുറ്റിയിരിക്കുന്ന വലിയ ദീർഘമായ കമ്പിയൊക്കെ എന്നാണ്. എന്തിന്? മോഹങ്ങളെ അടിച്ചു നിർത്തി മാറ്റുവാൻ മുദ്ഗരം. ആ മോഹങ്ങളെയെല്ലാം ഏതാണ്? നമ്മൾ ഇത് തന്നെ പറഞ്ഞു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞു. ആ മിഥ്യകളെയെല്ലാം, നമ്മൾ ഈ സംസാര ലോകത്തിൽ ജീവിക്കുന്നത് മിഥ്യയിലാണ്. ആ മായയെ തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ള ഇരുമ്പ് കമ്പി, എങ്ങനെ മുള്ളു ചുറ്റിയ ഇരുമ്പ് കമ്പി, മോഹമുദ്ഗരം, ആ മോഹത്തെ അടിച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള അല്ലെ ചുറ്റിക ആണ് എന്ന് പറയുന്നു, മോഹമുദ്ഗരം. അപ്പോൾ ഒരു 12 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ദ്വാദശ പഞ്ചരികാ സ്തോത്രമായിട്ട് പറയുന്നു. പക്ഷെ അതിനകത്ത് 12 അല്ല, 14 ശ്ലോകങ്ങളുണ്ട്. ഓക്കെ. പിന്നെ മറ്റൊരു ഭാഗം ചതുർദശ പഞ്ചരി എന്ന്. ഈ ചതുർദശ പഞ്ചരിയിൽ ചതുർദശം 14ആണല്ലോ, 14ആണ് കാണേണ്ടത്, പക്ഷെ 19 എണ്ണം ഉണ്ട്. പക്ഷെ അതിന് ചർപ്പട പഞ്ചരി എന്നും കൂടെ പറയുന്നു. അപ്പോൾ ഈ ചർപ്പട പഞ്ചരി എന്ന് പറയുന്നത് എന്താണെന്ന് ഒരുപാട് ഞാൻ മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ അതും ഈ പറയുന്ന ഈ ചർപ്പട പഞ്ചരി എന്ന് പറയുന്നത് എന്താണ്? വളരെ ആവശ്യമില്ലാത്ത വിഴുപ്പുകൾ എല്ലാം കൊണ്ടു നടക്കുന്ന ഒരു കൂടാരം, അത് തുടച്ചു നീക്കുക എന്നുള്ളതാണ് എന്നൊക്കെയാണ് പല ആചാര്യന്മാരിൽ നിന്നും കിട്ടിയത്. പക്ഷെ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നിരുന്നാലും പക്ഷെ പിന്നെ മോഹമുദ്ഗരം എന്നും കൂടെ ഒന്നിച്ചു ചേർത്ത് വായിക്കുമ്പോൾ ഈ പറയുന്ന എന്താണ്, സംസാര ലോകത്തെ ദുഃഖങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടുവാൻ, സാക്ഷാത് ബ്രഹ്മത്തിലോട്ട് നയിക്കുവാൻ വേണ്ടിയ ഒന്നാണ്, അതിനു വേണ്ടിയുള്ള ശ്ലോകങ്ങളാണ് എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ സ്തോത്രത്തിന് പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്. പൊതുവെ ഈ ശ്ലോകങ്ങൾ വളരെ ലളിതമാണ്. പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളിലൊന്നും ആവശ്യമില്ലാതെ തന്നെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യം ഈ പറഞ്ഞതുപോലെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഈ ശ്ലോകങ്ങളെ നമുക്കും ഒന്ന് പരിചയപ്പെടാം. പരിചയപ്പെട്ടതിന് ശേഷം അതിൻ്റെ രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. മറ്റേതാണെങ്കിൽ നമ്മൾ സൗന്ദര്യലഹരി ഉപാസിക്കുക എന്നുള്ളതായിരുന്നു. ഇതങ്ങനെയല്ല, ഒരു ജീവിത രീതി എങ്ങനെയാവാം എന്നും കൂടിയാണ് എന്നാണ് ചിന്ത. ഇപ്പോൾ പല ആചാര്യന്മാരും ചർപ്പട പഞ്ചരിക എന്ന് പറയുന്ന 19 ശ്ലോകങ്ങളെ ആദ്യം വ്യാഖ്യാനിച്ച് കാണുന്നു. മറ്റു ചില ആചാര്യന്മാരാണെങ്കിൽ ദ്വാദശ പഞ്ചരികയാണ് ആദ്യ ഭാഗം എന്നും പറയുന്നു. ഏതായാലും കൂടുതൽ ആൾക്കാർ ദ്വാദശ പഞ്ചരിക എടുക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചു പോവാം. പിന്നെ നമ്മൾ ഈ ചൊല്ലുന്ന ഇപ്പം നമ്മളെല്ലാം കേൾക്കുന്ന ഭജഗോവിന്ദം എന്ന ഗാനാത്മകമായ അതിൻ്റെ ശ്ലോകത്തിൻ്റെ ഒരു ഓർഡറിലല്ല ഈ പുസ്തകങ്ങളൊന്നും. സുരേഷ് ഏട്ടൻ ചോദിച്ചാൽ PDF കോപ്പി കിട്ടുമോ എന്ന് നോക്കിയാൽ PDF കിട്ടിയാൽ ആ PDF-ഉം സാധാരണ പുസ്തകത്തിൽ രചിച്ചിരിക്കുന്ന ഓർഡറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പറഞ്ഞ ചർപ്പട പഞ്ചരികാ സ്തോത്രം എന്നുള്ളതും ദ്വാദശ പഞ്ചരികയും രണ്ട് ഭാഗങ്ങളായിട്ടാണ് നാം പരിചയപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ആദ്യത്തെ ശ്ലോകം പഠിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർപ്പട പഞ്ചരികാ രീതിയിൽ പോകണമോ ദ്വാദശ പഞ്ചരികാ രീതിയിൽ പോകണമോ എന്ന് ചിന്തിക്കാം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം എന്താണ് ഭഗവത്പാദർ നമുക്ക് പറഞ്ഞു തരുന്നത്?
ഈണം വളരെ പാടാണ് കേട്ടോ. എനിക്ക് പാട്ട് പാടാറില്ലാത്തത് കൊണ്ടും അതുകൊണ്ട് അതിന് സരസ്വതി അപ്പോൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ചകരണേ. എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗ്രഞ്ജകരണേ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, മരണഭയത്തിൽ നിന്ന് ഏറ്റവും വലിയ ഭയം എന്താണ്? മരണഭയമാണ് അല്ലേ? നമ്മൾ കഠോപനിഷത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നചികേതസിന്റെ കഥകളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഭോഗേ രോഗഭയ എന്നൊക്കെ പറഞ്ഞു, അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പം ആ മരണഭയത്തിൽ നിന്ന് നേടാൻ ഈശ്വരഭജനം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് മൂഢമതേ? എന്താണ് മൂഢമതേ? അലയോ മൂഢ. അപ്പൊ ഈ മൂഢൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മനുഷ്യനെ മാത്രമല്ല, സത്യത്തിൽ ഈ ഒരു സമൂഹത്തെയാണ് ശങ്കരാചാര്യ സ്വാമികൾ അഡ്രസ് ചെയ്തത് എന്ന് വേണം നാം ചിന്തിക്കാൻ. മൂഢമതേ, മൂഢന്മാർ അല്ലെ ബുദ്ധിഹീന. എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം. ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു തവണയല്ല പറയുന്നത്, 2 തവണയല്ല, 3 തവണയാണ്. നമ്മൾ സാധാരണ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു ഇല്ലേ? അപ്പൊ ഇവിടെ ശങ്കരാചാര്യ സ്വാമികള് ഉപദേശിക്കുകയിലുപരി അപേക്ഷിക്കുകയും കൂടിയാണ്. ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രദ തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത് വിദ്യുത്തമസ്മാത് പരം എന്ന് നാം പഠിച്ചു. വിവേക ചൂടാമണിയിലെ ആദ്യത്തെ ശ്ലോകമാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു, എന്താണ്? ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. എന്താണ്? വളരെ ദുർലഭമാണ് എന്ത്? മനുഷ്യജന്മം. കാരണം എന്താണ്? ഒരു മനുഷ്യജന്മം ഉണ്ടെങ്കിൽ മാത്രമേ സാക്ഷാൽ മോക്ഷത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അതെങ്ങനെയാണ്? ആ ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട്. അതിന് എന്ത് വേണം? ഒരു മഹാപുരുഷ സംശ്രയ, ഒരു മഹാപുരുഷന്റെ സംശ്രയമാണ്. അത് തന്നെയാണ് നമ്മൾ ആചാര്യസ്വാമികളിലൂടെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്ന ഇത്ര ദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മം മോക്ഷത്തിലേക്ക് ഉതകുവാനായിട്ട്, മോക്ഷം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ്. സൗന്ദര്യലഹരിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ച് വ്യസനപ്പെടാതെ സഹസ്രാരേ പത്മേ സഹരഹസി പത്യ എന്ന് പറഞ്ഞു. ആ വളരെ ആനന്ദത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ നാം പറഞ്ഞു, എന്താണ്? ജനനമരണങ്ങൾ ആർക്കാണ്? ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിന് അതില്ല. പക്ഷേ ആത്മമുക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവത് ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് മാത്രമേ ആ സാക്ഷാൽ വൈകുണ്ഠപഥത്തിലേക്ക് എത്തുവാൻ പറ്റുകയുള്ളൂ. ആ മോക്ഷം കൂടെ നേടണം. അതിന് വേണ്ടത് എന്താണ്? ഭഗവത് ഭജനമാണ് എന്ന്. അപ്പോൾ ഇദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾ അപേക്ഷിക്കുകയാണ്, ഭജ ഗോവിന്ദം. 3 തവണയാണ് അദ്ദേഹം ഈ പറയുന്ന മനുഷ്യരോട് പറയുന്ന, വളരെ ദുർലഭമായിരിക്കുന്ന കിട്ടിയ ഈ ജീവിതം ധന്യമാക്കൂ. അതിനെന്താണ് ചെയ്യേണ്ടത്? സാക്ഷാൽ ഭഗവാനെ ഭജിക്കൂ. അത് ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. പിന്നീടോ സംപ്രാപ്തേ സന്നിഹിതേ കാലേ. അപ്പം സന്നിഹിതേ കാലേ സംപ്രാപ്തേ. അപ്പൊ സന്നിഹിതേ കാലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഭൂമിയിൽ വന്ന് പിറന്ന ഏതു ജീവജാലങ്ങൾക്കും എന്താണ്? ജനനമരണം എന്ന് പറയുന്ന ചക്രത്തിലൂടെ, ആ ചക്രവ്യൂഹത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ജനിക്കാനൊരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് ദേഹി വിയോഗമാണല്ലോ, ആ ദേഹി വിയോഗത്തിന് ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് സംപ്രാപ്തേ സന്നിഹിതേ കാലേ. സന്നിഹിതേ കാലേ സംപ്രാപ്തേ. അങ്ങനെ സന്നിഹിതമായിരിക്കുന്ന, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കാലം സംപ്രാപ്തേ, അത് അടുത്തെത്തുമ്പോൾ. സംപ്രാപ്തേ, പ്രാപ്തി അടുത്ത് അല്ലേ? സംപ്രാപ്തേ, അടുത്തെത്തുന്നു. വളരെ ഭംഗിയായിട്ട് സംപ്രാപ്തേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത് മനോഹരമായിട്ട് നമ്മളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ മരണം നമ്മളെ കൊണ്ടുപോകാനായിട്ട് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ എല്ലാ മനസ്സിലോട്ട് അജാമിളനെ കുറിച്ച് ചിന്തിക്കാം ഈ സമയത്ത് ഭാഗവതത്തിലെ. അപ്പോ എങ്ങനെയാണ് സന്നിഹിതയെ കാലേ സംപ്രാപ്തെ, സന്നിഹിതമായിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ഈ ഭൂമിയിൽ നിന്നും ദേഹദേഹി വിയോഗത്തിന് സമയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തില് എത്ര ഈ ജ്ഞാനമോ ഈ ചെയ്ത കർമ്മങ്ങളോ ഒന്നുമല്ല. അപ്പൊ ഇവിടെ വ്യാകരണം ഏത് പ്രായത്തില് പഠിക്കുന്നതിനും, അതല്ലേ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, ഓരോ കാലഘട്ടം കൊടുത്തിരിക്കുന്നു പഠിക്കുവാൻ പോലും, ഇല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട് പഠനത്തിന് യാതൊരു സമയവും ഇല്ല, അത് സത്യമാണ്. പക്ഷെ എന്ത് വേണം? അതോടൊപ്പം കാലാകാലത്തിനനുസരിച്ച് ഭക്തിയെയും കൂടി മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം എന്താണ്, അടുത്ത ജന്മം എന്ന് പറയുന്ന കോപ്പി പേസ്റ്റ് ആണെന്ന് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നു. പുതിയൊരു ജന്മം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. വാസന എന്നാണ് ഈ കഴിഞ്ഞ വർഷത്തിലെ വാസനകളെല്ലാം കൊണ്ടാണ് പുതിയ ജന്മത്തിലേക്ക് പോകണത്. അപ്പോ ആ വാസനകൾ, സഞ്ചിതമായ പാപങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നു, പാപങ്ങളെയെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ സാക്ഷാൽ നാരായണനെ ഭജിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഭജിച്ച് അവസാന കാലഘട്ടത്തിൽ ആ നാരായണ നാമം നമ്മളിൽ തോന്നണം. അപ്പൊ എന്താണ്? പ്രാക്ടീസ്. റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ, കോൺഫറൻസ് റെഡി മാൻ, റൈറ്റിംഗ് എ പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന പോലെ നമ്മൾ തന്നെ ചൊല്ലിക്കൊണ്ട് ഭഗവതിനെ ഭജിച്ച് ഏത് സമയത്തും ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീ ഉലകം എന്നൊക്കെ നമ്മൾ സിനിമാ പാട്ട് കേട്ടല്ലേ? തിലകം ചാർത്തിയും ചീകിയുമഴക്കായ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അഹങ്കരിച്ച് നടന്ന മനുഷ്യനാ അല്ലേ? പൊട്ടുതൊട്ട് തലമുടിയൊക്കെ ചീകി ഓരോ പ്രായത്തിലും 18 വയസ്സിൽ 20 വയസ്സിലൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പിന്നെ പതുക്കെ പിന്നെ അവസാനം ഈശ്വരചിന്ത മാത്രമേ കാര്യമുള്ളൂ എന്നൊരവസ്ഥയിലോട്ട് വരുന്നു. അത് ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. പിന്നീടോ അപ്പം സന്നിഹിതേ കാലേ സംപ്രാപ്തേ, അങ്ങനെ ആ സന്നിഹിതമായിരിക്കുന്ന ആ കാലം ഏത്? ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യുവാൻ, ഈ ആത്മാവിന് യാത്ര ചെയ്യുവാനുള്ള സമയം, ദേഹദേഹി വിയോഗത്തിന്റെ സമയമായിരിക്കുമ്പോൾ നഹി നഹി രക്ഷതി ഡുക്രഞ്ച് കരണേ. അപ്പോ നഹി നഹി രക്ഷതി, രക്ഷയില്ല. നഹി 2 പ്രാവശ്യം പറയുന്നു. നഹി രക്ഷതി, ഒട്ടും രക്ഷയില്ല എന്നാണ്. അപ്പൊ ഭജഗോവിന്ദം 3 പ്രാവശ്യം അപേക്ഷിച്ചു, ഉറപ്പിച്ചു പറയുന്നു നഹി രക്ഷതി. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, ഒരു രക്ഷയില്ല. എന്താണ് ഈ പറയുന്ന വ്യാകരണ സൂത്രങ്ങള്? പാണിനി സൂത്രത്തിലെ ഈ ഡഗൃഞ്ചകരണ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ വ്യാകരണ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സമയത്ത് പഠിക്കുകയാണ്. ഇപ്പം കലയപ്പോൾ പറഞ്ഞു ഈ സമയത്താണ് ഞാൻ PhD എടുത്തത്. ചിരിക്കുമ്പോഴൊക്കെ ആവശ്യമുണ്ടെന്ന് ചിന്തിച്ചു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല മൂഢ. എന്താണ്? സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുകയാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ അല്ലയോ മൂഢമതേ, ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുകൃഞ്ച് കരണേ. അപ്പോ ആ സൂത്രവാക്യങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ വ്യാകരണങ്ങൾ, സൈദ്ധാന്തികമായ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ സാഹിത്യത്തിൽ വലിയ പാണ്ഡിത്യമൊന്നും ഈ സമയത്തിന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മരണസമയത്ത് ആ പാണ്ഡിത്യമൊന്നും തന്നെ ഒരുവന്റെ രക്ഷയ്ക്ക് വരികയില്ല എന്നാണ്. ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ഒരു രക്ഷാകവചമായി തീരും എന്നാണ്. അപ്പൊ നമ്മൾ മൃത്യുവാണ്, അല്ലെങ്കിൽ മൃത്യുവിനെ കുറിച്ചുള്ള ഭയമാണ് സമസ്ത രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും വ്യസനങ്ങൾക്കും കാരണം. സംശയം വേണ്ട. കാരണം നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുകയാണ്. കൗമാരത്തിലും ബ്രഹ്മചര്യത്തിലും അതേപോലെ ഗാർഹസ്ഥത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ പല കാര്യങ്ങൾ, ധനമുണ്ടാക്കണം, വീടുണ്ടാക്കണം, കുഞ്ഞുങ്ങളെ വേളി കഴിപ്പിക്കണം, അല്ലെങ്കിൽ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. നമുക്കൊക്കെ അനേകം ചിന്തകളാൽ വ്യസനഗ്രസ്തരാണ് നമ്മൾ. പക്ഷെ ആ സമയത്ത് ഭഗവാനെ ഭജിക്കുവാൻ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം മരണസമയത്ത് പ്രിയപുത്രനെ വിളിക്കാൻ നാരായണനാമം ഉച്ചരിച്ചിരിക്കുന്ന അജാമിളനെ കുറിച്ച് നമ്മൾ ഉണ്ട് ഇല്ലേ? ആ അജാമിളനെ കുറിച്ച് എങ്ങനെയാണ്? സാക്ഷാൽ ഭാഗവതത്തിൽ ആ ഭാഗവതത്തിന്റെ വരി ഓർമ്മയുണ്ട് ഇല്ലേ? എന്താണ് അജാമിളന്റെ കഥ? നമുക്കറിയാം. അജാമിളൻ ഭഗവാനെയെല്ലാം മറന്ന് വളരെ വഴിവിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം. ഇങ്ങനെ എപ്പോഴും തൻ്റെ ആ കുഞ്ഞിനെ ചോറ് കൊടുത്ത് അല്ലെങ്കിൽ കളിപ്പിച്ചുകൊണ്ട്
ഇങ്ങനെ ഇരിക്കുകയാണ്, വയ്യാതെ കിടക്കുകയാണ്, മരണാസന്നനായി ഇരിക്കുകയാണ്. അപ്പോൾ പോലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിന് മുഴുവൻ മറ്റു ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മരണാസന്നതയിൽ കിടക്കുമ്പോൾ യമകിങ്കരന്മാർ എത്തുന്നു എന്നുള്ളതാണ് അല്ലേ. ആ യമകിങ്കരന്മാർ ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈർ ആജുഹാവാകുലേന്ദ്രിയ. അപ്പോൾ വളരെ തൻ്റെ അടുത്ത് യമകിങ്കരന്മാർ ആണ് എന്ന് അറിഞ്ഞില്ല. പക്ഷെ ഇവരെ എല്ലാം കണ്ടുകൊണ്ട് ഈ കയ്യിൽ കയറെടുത്തവരും ഭയങ്കരന്മാരും വളഞ്ഞ മുഖത്തോടു കൂടിയും ഒക്കെ ഉയർന്ന രോമത്തോടും കൂടിയിരിക്കുന്ന ഈ യമകിങ്കരന്മാരെ എല്ലാം കണ്ടുകൊണ്ട് എന്താണ് ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുലേന്ദ്രിയ. നാരായണ എന്ന് വിളിക്കുന്നു എന്നാണ്. അപ്പൊ ആരെയാണ് വിളിക്കുന്നത്? സ്വന്തം പുത്രനെയാണ്, വെളിയിൽ കളിച്ചു കൊണ്ട് നിൽക്കുന്ന പുത്രനെയാണ്. പക്ഷെ ഉച്ചത്തിൽ അതിനുള്ള ശക്തിയില്ല. പക്ഷെ നാരായണ എന്ന് വിളിക്കുകയാണ് അജാമിളൻ. മരണസമയത്താണ്. അപ്പൊ എന്താണ്? സന്നിഹിതേ കാലെ സംപ്രാപ്തേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതിയായി നാരായണ എന്ന് മകനെ വിളിച്ച് 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 നാരായണനെ ഓർമ്മ വരികയാണ്. പക്ഷെ സാക്ഷാൽ ഭഗവാനെ അല്ല, നാരായണ ശബ്ദം അല്ലേ. നാരായണ എന്നു സദാ ജപിക്കൽ പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും എന്നാണ്. അപ്പം ആ നാരായണനെ അദ്ദേഹം വിളിക്കുകയാണ്. അപ്പൊ നാരായണ എന്ന് ധരിച്ചുകൊണ്ട് നിശമ്യം മ്രിയമാണസ്യ ബ്രുവദോ ഹരികീർത്തനം ഭർത്തൂർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. അപ്പോ നിശമ്യം മ്രിയമാണസ്യ ബ്രുവദോ ഹരികീർത്തനം ഭർത്തൂർനാമ മഹാരാജ പാർഷദാ സഹസാപതൻ. അപ്പം ഈ മരണമെടുത്തിങ്ങനെ പുത്രനെ വിളിക്കുന്നു. അവൻ്റെ ആ ഹരിനാമ കീർത്തനം, ആ ഹരിയുടെ നാമം കേട്ടിട്ട്, ഭഗവൻ നാമം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പാർഷദന്മാര്, ആരുടെ? സാക്ഷാൽ വിഷ്ണു പാർഷദന്മാരവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീടോ ആ വിഷ്ണുപാർഷന്മാരവിടെ വന്നു നിന്നതുകൊണ്ട് യമകിങ്കരന്മാർക്ക് അജാമിലിനെ കൊണ്ടുപോകുന്നതിൽ വിഘ്നമുണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് പിന്നീട് ഭഗവാന്റെ ഗുണങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഭാഗവത്തില് അജോമുളോഖ്യാനത്തിൽ തന്നെ യമധർമ്മൻ തൻ്റെ ദൂതന്മാരോട് പറയുന്നതായിട്ടുണ്ട്. എന്താണ്? ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ച ന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായനോ നമതി യച്ഛിരേകദാപി താനാനയധ്വമസതോ കൃതവിഷ്ണുകൃത്യാൻ. അപ്പം ഭഗവാന്റെ, സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്ന ആ നാരായണന്റെ, ഗോവിന്ദന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കാതിരിക്കുന്നതും ഭഗവാന്റെ ചരണാരവിന്ദം മനസ്സുകൊണ്ട് സ്മരിക്കാതിരിക്കുന്നവരെയും ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ, കൃഷ്ണ നാരായണ ഗോവിന്ദ എന്ന് നമിക്കാതിരിക്കുകയും ചെയ്തവനെ മാത്രം പിടിച്ചുകൊണ്ട് വന്നാൽ മതി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭഗവൽ എന്ന് പറയുന്ന, അപ്പം സാക്ഷാൽ ഗോവിന്ദ ഭജനം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉപരിയാണ്. ഈ പറയുന്ന പ്രപഞ്ചത്തിലെ സകല ദുഃഖങ്ങൾക്ക് നിന്നും രക്ഷ നേടുവാനുള്ള ഏകവിദ്യ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ളതാണ്. നമ്മൾ സഹസ്രനാമം ജപിക്കുക പതിവുണ്ട് അല്ലേ. 2 പ്രാവശ്യമാണ് സഹസ്രനാമത്തിൽ ഗോവിന്ദൻ എന്ന് പറയുന്നത്. 187-ാമതും അതുപോലെ തന്നെ 539-ാമത്തെ നാമത്തിൽ ഗോവിന്ദൻ എന്ന നാമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഗോവിന്ദൻ. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഭൂമി ഗോവിന്ദൻ എന്ന പേരിന് ഒരുപാടുണ്ട്. ഭൂമി ഹിരണ്യാക്ഷനാൽ അങ്ങനെ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടപ്പോൾ അതിനെ വീണ്ടെടുത്തവനാണ്. ഗോ എന്നുള്ള അർത്ഥത്തിന് ഭൂമി എന്നും പശുവെന്നും വാക്കെന്നും രശ്മി ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം അവയ്ക്കെല്ലാം കാരകത്വമുള്ളത് കൊണ്ട്, രശ്മിക്ക് സൂര്യനാണ് എന്ന് പറയുന്നത്, പക്ഷെ സൂര്യൻ സാക്ഷാൽ നാരായണനാണ് എന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് അതും ഗോവിന്ദനാണ്, രശ്മിയുടെ കാരകത്വം ഉള്ളത് കൊണ്ട്. അതുപോലെ ഭൂമിയുടെ കാരകത്വം, അതാണ് ഭൂമി ഹിരണ്യാക്ഷനാൽ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടപ്പോൾ അതിനെ രക്ഷിച്ചു കൊണ്ടുവന്നത് സാക്ഷാൽ നാരായണൻ ഗോവിന്ദനാണ് എന്നുള്ളതുകൊണ്ട് ഗോവിന്ദൻ എന്ന നാമം അറിയുന്നു എന്നാണ്. പിന്നീടോ ഗോക്കളുടെ ഇന്ദ്രത്വം പ്രാപിച്ചവൻ. അതെങ്ങനെയാണ് ഈ ഗോക്കളുടെ ഇന്ദ്രത്വം പ്രാപിച്ചവൻ? നമുക്കറിയാം, ഭാഗവതത്തില് ശ്രീകൃഷ്ണ ഗോവർദ്ധനോദ്ധാരണമുണ്ട് അല്ലേ. ആ ഗോവർദ്ധനോദ്ധാരണത്തില് സാക്ഷാൽ ഇന്ദ്രൻ, ആ കഥയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ഇന്ദ്രൻ ഇവരെ എല്ലാം ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായത്? തസ്മാൻ മച്ഛരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വൃതാഹിത.
അപ്പൊ എന്നെ തന്നെ ഭഗവാൻ പറയുന്നതാണ്, എന്നെ തന്നെ ശരണം പ്രാപിച്ചതും ഞാനാകുന്ന നാഥനായതോടുകൂടിയായിരിക്കുന്ന എൻ്റെ കരുണയ്ക്ക് അധീനവുമായിരിക്കുന്ന ഗോകുലത്തെ ഞാൻ എൻ്റെ മായാശക്തി കൊണ്ട് രക്ഷിക്കുകയാണ് എന്നാണ്. ഇത്യുക്തേന എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാകമിപാലകാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഒരു കുട്ടി ഒരു 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 ചെറിയ ഒന്നിനെ ഒരു എന്തെങ്കിലും കളിപ്പാട്ടം എടുക്കുന്ന അതേ തൃഷ്ണയോടുകൂടി കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതം പുഴകിയെടുത്ത് എല്ലാവരെയും എല്ലാവരെയും അതിനകത്ത് അഥാഹ ഭഗവൻ ഗോപൻ ഹേയംബ താത പ്രജൗകസ യഥോപജോഷം വിശദ ഗിരികർത്തം സഗോധന. അതില് ഗോപന്മാരോടും അമ്മേ അച്ഛ ഈ വ്രജത്തിലുള്ള എല്ലാവരെയും പശുക്കളോടും കൂടി യഥാസുഖം ഈ ഗോവർദ്ധനത്തിന്റെ താഴെ വന്ന് വസിച്ചു കൊള്ളുവാൻ 7 ദിവസം അദ്ദേഹം അത് പിടിച്ചുകൊണ്ട് നിന്നു എന്നാണ്. അത് എല്ലാവരും വന്ന് അതിനടിയിൽ നിന്ന് വസിച്ചു. അങ്ങനെയൊരു ഗോവിന്ദനാമധാരണം ഉണ്ടായി എന്നും പറയുന്നു. ഗോക്കളെല്ലാം സുരഭികളെല്ലാം പാല് വർഷിച്ച് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു എന്നൊക്കെ കഥകളുണ്ട്. ഭാഗവതത്തിലോട്ട് കടക്കാൻ ഇവിടെ ഭാഗവതത്തിന്റെ ആചാര്യമാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, എനിക്കറിയാം. അപ്പോൾ രാധ ടീച്ചറും ഒക്കെ ഉണ്ട് ഇവിടെ, ഭാഗവത ഹംസങ്ങളോട് ഉണ്ട്, അവർക്കൊക്കെ കഥകൾ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് പറയുമ്പോൾ ഈ ഭക്തിയുടെ ഒരു പ്രധാനം നമ്മൾ സൗന്ദര്യലഹരിയുടെ 27ാമത്തെ ശ്ലോകം അന്ന് മാധവേട്ടൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എന്താണ്? ജപോ ജൽപശില്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജപോ ജൽപശില്പം സകലമവിമുദ്രാവിരചന ഗതി പ്രാദക്ഷണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. അപ്പൊ ആത്മാർപ്പണപൂർവമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ജപോജൽപശില്പം വാഗ്രൂപങ്ങളായിരിക്കുന്ന സംഭാഷണങ്ങളും എൻ്റെ കൈകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന എല്ലാ മുദ്രകളും, ഞാൻ എന്ത് ഗോഷ്ഠി കാണിച്ചാലും അത് ഭഗവത് അർപ്പിതമാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സമസ്ത ക്രിയകളെയും മുദ്രകളുണ്ട്. പൂജയ്ക്ക് മുദ്രകളുണ്ട്. അമ്പാത്മനാജലം കൽപ്പയാമി, പൃഥ്വിയാത്മനാഗന്ധം കൽപ്പയാമി എന്നൊക്കെ മാനസപൂജകളുണ്ട്. ആകാശാത്മ പുഷ്പം കൽപ്പയാമി. അപ്പം ഞാൻ ചെയ്യുന്ന ഗോഷ്ഠികളെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതും സമസ്ത എൻ്റെ വാക്കുകളെ കൊണ്ടും കൈകളെ കൊണ്ടും എല്ലാം ചെയ്യുന്നതും നടപ്പ് മുഴുവൻ പ്രദക്ഷിണങ്ങളായിട്ട് എല്ലാം അമ്മയ്ക്ക് അർപ്പിതമായിരിക്കണമേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പം അവിടേക്കുള്ള ആരാധനകളായി തീരുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് എപ്പോൾ നമ്മൾ നാരദൻ്റെ കഥയൊക്കെ അറിയാം അല്ലേ? ഒരെണ്ണ തലയെ വെച്ചുകൊണ്ട് നാരായണനെ ഭജിച്ചു. അപ്പം ആരാ കൂടുതൽ ഭക്തിമാൻ എന്നൊക്കെ പരീക്ഷിച്ച കഥകളൊക്കെ നമുക്ക് ഓർമ്മ വന്നു. ഏതായാലും ഞാൻ അത് അങ്ങോട്ട് വീണ്ടും കിടക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ജപോജൽപശില്പം പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഓർമ്മ വന്ന് വീണ്ടും ഭാഗവതത്തിലേക്ക് ഉള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭാഗവതത്തില് നമ്മള് ഗജേന്ദ്രന്റെ ഒരു കഥയുണ്ട് അല്ലേ? ഗജേന്ദ്രൻ ആന കുംഭീന്ദ്രൻ പണ്ടുപോയി ത്രികൂടാചല സരസിബുധാ പണ്ടഗസ്ത്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചു മുതല കടിവിടാതായിരത്താണ്ടുഴന്നേൻ അന്നേരം പോന്നു വന്ന മുരരുഗരുഢാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ. അപ്പൊ സാക്ഷാൽ അഗസ്ത്യശാപത്താൽ ആ രാജാവ് ആനയായിട്ട് കാട്ടിൽ നിൽക്കുന്നു. അവിടെ ഒരു തടാകത്തില് പിൻകാലിന്മേൽ കടിച്ചു മുതല കടിവിടാതായിരത്തണ്ടുഴന്നൻ. ഒരുപാട് ദീർഘകാലം പിടിച്ചു, അതിങ്ങനെ വലിച്ചു താഴ്ത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സാക്ഷാൽ ഗോവിന്ദനെ ഭജിച്ചു എന്നാണ്. അപ്പം അദ്ദേഹം ഗരുഡാരൂഢനായിട്ട് ലക്ഷ്മീ സമേതനായിട്ട് ഗരുഡാരൂഢനായിട്ട് നക്രം ചക്രേണ കൊന്ന കരിനഥ സായുജ്യമേകീ മുകുന്ദൻ എന്ന് പറയുന്നു. അപ്പോഴും ആ ഗോവിന്ദ സ്മരണമാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ അല്ലെങ്കിൽ എന്ത് പറ്റും, എങ്ങനെയാണ് എന്ന് മരിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ ചെളിയിലോട്ട് പൂണ്ടുകൊണ്ടിരിക്കുന്ന ഗജവീരൻ സാക്ഷാൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ നക്രത്തെ, ആ മുതലയെ നിഗ്രഹിച്ച് ഇദ്ദേഹത്തിന് മോക്ഷം നൽകുന്ന കഥ നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഉപരിയായിട്ട് ഒന്നുകൂടി ഭക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, കാരണം ഇന്നത്തെ തുടക്കമായി എന്നുള്ളത് കൊണ്ടും ആ ഗോവിന്ദനാമത്തിൻ്റെ പ്രത്യേകതകളെ കൊണ്ടും പറയുന്നത് കൊണ്ട് ജ്ഞാനത്തോടൊപ്പം ഭക്തി വളരെയധികം പ്രാധാന്യമാണ് എന്ന്, ജ്ഞാനത്തോടൊപ്പം മാത്രമല്ല കർമ്മത്തോടൊപ്പം, ആ കർമ്മത്തോടൊപ്പം എന്നുള്ളതിന് പ്രാധാന്യമാണ് അംബരീക്ഷ ചരിതം. മഹാനായ രാജാവാണ് അംബരീക്ഷൻ.
എല്ലാ കർമ്മങ്ങളും ലോകമെല്ലാം അദ്ദേഹത്തിൻ്റെ ശാസനയിൽ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ആ ജ്ഞാനത്തോടൊപ്പം ഭക്തി വളരെ ഉണ്ടാവണം എന്നുള്ളതിന് ഭാഗവതത്തിൽ പറയുന്നതാണ്. എന്താ? സവൈ മന കൃഷ്ണപദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകര അച്യുത സത്കഥോദയേ മുകുന്ദലിംഗായ ദർശനേ ദൃശൗ തദ്ഭത്യഗാത്രസ്പർശേംഗ സംഗമം ഘ്രാണം തത്പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യാ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഹൃഷീകേശപാദാഭിവന്ദനേ കാമം ജദാസ്യേനതു കാമകാമ്യയാ യഥോത്തമ ശ്ലോക ജനാശ്രയാരതി. അപ്പോ എന്താണ് അംബരീക്ഷ മഹാരാജാവ് ആദ്യമായിട്ട് തന്റെ മനസ്സിനെ എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് അർപ്പിക്കണം. സവൈ മന കൃഷ്ണ പദാരവിന്ദയോർ. അദ്ദേഹത്തിന്റെ ആ കൈകള് എങ്ങനെ തന്റെ മനസ്സിനെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക്. സവൈ മന കൃഷ്ണ പദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ. അപ്പോൾ അങ്ങയുടെ ആ ഭഗവാനെ ഗോവിന്ദ നാരായണ അങ്ങയുടെ ദിവ്യഗാനത്തെ പുകഴ്ത്താനായിരിക്കണമേ എൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ എൻ്റെ നാക്ക് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ദിവ്യഗുണങ്ങളെ പുകഴ്ത്താനായി എൻ്റെ വാക്കുകളെല്ലാം ഉപയോഗപ്രദമാകണമേ എന്നുള്ളതാണ്. പിന്നീടോ കരൗഹരേർ മന്ദിരമാർജനാദിഷു. അങ്ങയുടെ ക്ഷേത്രത്തെ ശുചീകരിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം എൻ്റെ കൈകളും. പിന്നീടോ ശ്രുതിം ചകര അച്യുത സത്കഥോദയേ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ആരുടെ? ഭഗവാന്റെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയാണ് ഭഗവാനെ എത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അംബരീക്ഷനും പറയുന്നത്. മനസ്സ് ഭഗവാനിലോട്ട് അർപ്പിക്കണം, കൈകൾ വാക്കുകൾ ഭഗവാനെക്കുറിച്ച് പറയാനാവണം, കൈകൾ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാനുള്ളതാകണം, കണ്ണുകൾ ഭഗവാന്റെ ദിവ്യരൂപത്തെ കാണുവാൻ വേണ്ടിയാകണം, ശരീരം ഭഗവാന്റെ ഭക്തന്മാരെ സ്പർശിക്കുന്നതിലുമായിരിക്കണം. ആ തുളസീതളങ്ങളുടെ ആസ്വാദനത്തിലായി അത് എൻ്റെ രസമായിട്ട് മാറണം. രാജാവിൻ്റെ കാലുകൾ ആ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയായിട്ട്. ശിരസ് എന്തിനു വേണ്ടിയാണ്? അഹങ്കരിക്കാനുള്ളതല്ല, തിരുമുമ്പിൽ നമസ്കരിക്കുന്നതിന് വേണ്ടിയാകണം എന്നൊക്കെ അംബരീക്ഷ ചരിത്രത്തിൽ ഭാഗവതത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് അമ്മ എൻ്റെ സ്വന്തം അമ്മ ഒരു ശ്ലോകം ഇട്ടു. അപ്പോൾ അതുകൂടെ ചൊല്ലിക്കൊണ്ട് ഞാൻ നിർത്താം. എന്താ അമ്മ ഇട്ടത്? ഭാഗവതത്തിലെ ഒരു വരിയാണ്. അത് ശരിക്കും ഗോവിന്ദനെ എപ്പോഴും ഭജിക്കണം എന്നുള്ളതാണ് അമ്മ എനിക്കൊരു ഉപദേശമായിട്ട് തന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഈ ക്ലാസ്സിന് മുമ്പ് ഉള്ളത് കൊണ്ട്. എന്താണ് ഭാഗവതത്തിൽ പറയുന്നതാണ്? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാതുച്ചരണം ഭോജേ രഥസ്യാദനപായിനി. അപ്പൊ എപ്പോഴും തന്നെ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് സാക്ഷാൽ ഭഗവാനോട് താൻ പ്രാർത്ഥിക്കും. നമോസ്തുതേ മഹായോഗിൻ. ആരാണ് മഹായോഗിൻ? സാക്ഷാൽ ഗോവിന്ദനാണ്, സാക്ഷാൽ ഭഗവാനാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാതുച്ചരണാം ഭോജേ രഥസ്യാദനപായിനി. ആ ആസ്വാദനം ഭഗവത് നാമത്തിൻ്റെ രസം എന്നിലുണ്ടാകണമേ, എപ്പോഴും അതിന് ചിന്തയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അല്ലയോ മനുഷ്യന്മാരായ മൂഢന്മാരായ നമ്മൾ ഭഗവത് എന്താണ്? മോക്ഷത്തിലാണ് എത്തേണ്ടത്. ജ്ഞാനസമ്പാദനം മാത്രമല്ല, ആ മൂഢൻ എന്ന പദം നമ്മളെ ഏവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നാം എന്താണ് വേണ്ടത്? സന്നിഹിതേ കാലേ സംപ്രാപ്തേ. കാരണം എപ്പോഴാണ് മരണം എന്ന് പറയാൻ ഒക്കുവോ? എന്താണ്? ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയാന്നാണ്. ഓരോ രാത്രി ഓരോ അസ്തമനത്തിലൂടെയും മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആയുഷഖണ്ഡമാത, ആയുസ് നശിക്കുന്നു. ഇന്ന് രാത്രി സൂര്യൻ ഉദിച്ച് നാളെ രാവിലെ കാണാം എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗയ. ഓരോ രവിയുടെ അസ്തമനത്തിലൂടെയും സൂര്യാസ്തമനത്തിലൂടെയും മനുഷ്യന്റെ ആയുസ് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സന്നിഹിതേ കാലേ സംപ്രാപ്തേ. എന്താണ്? ഗോവിന്ദം ഭജഗോവിന്ദം എന്ന് സാക്ഷാൽ ആചാര്യസ്വാമികൾ നമുക്ക് ഉപദേശിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ആദ്യത്തെ 4 വരികളെ മനസ്സിലാക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തി എന്ന ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പാദാരവിന്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജഗദംബികയെ നമസ്കരിച്ചുകൊണ്ടും എൻ്റെ
വാത്സല്യനിധിയായ പിതാവ് ബ്രഹ്മശ്രീ പ്രൊഫസർ കെ ശങ്കരൻ നമ്പൂതിരിയെ സ്മരിച്ചുകൊണ്ടും അമ്മയോടും നമസ്കരിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയകൃഷ്ണൻജി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടക്കം തന്നെ വളരെ ഭംഗിയായി തീർത്തതിൽ തീർച്ചയായിട്ടും അങ്ങയോട് ഞങ്ങളെല്ലാവരും പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും നന്നായി അറിയാം. എങ്കിലും ചില പുതുമുഖങ്ങളും കൂടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെയുള്ള പ്രോഗ്രാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ, ഇതിനെക്കുറിച്ചും ഒരു 2 വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ ജ്യോതിഷ് ശ്രീ കൃഷ്ണയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ച് അത് വിജയത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിൻ്റെ ആത്മനിർവൃതിയിലാണ് ഞാനും. മുമ്പ് ജയേട്ട സൂചിപ്പിച്ചതുപോലെ ശങ്കരാചാര്യ ആചാര്യസ്വാമികളുടെ കൃതികൾ പഠിക്കണം എന്നുള്ളൊരു മോഹം മനസ്സിൽ ഉദിച്ചപ്പോൾ അതിനൊരു ഗുരുവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംശയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ഞാൻ മതിയോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിച്ചതും. കാരണം അദ്ദേഹം തന്നെ ആയിരിക്കണം അത് ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് വരേണ്ടതെന്നുള്ളൊരു സങ്കല്പത്തിലാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നിപ്പോൾ മനസ്സിനൊരു സന്തോഷം വരുന്നത് സൗന്ദര്യലഹരി, മുമ്പ് ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞതുപോലെ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ 100 ശ്ലോകങ്ങൾ ഇപ്പോൾ നിത്യപാരായണത്തിൽ ഉൾപ്പെടുത്തി, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പഠനക്രമത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ആദിശങ്കര ഫൗണ്ടേഷൻ നമ്മുടെ സംസ്കൃത പഠനം, സുഹൃതം സംസ്കൃതം എന്നുള്ള പേരിൽ സംസ്കൃത പഠനം, ഞാൻ ടീച്ചറിനെ വിളിച്ചിരുന്നു. കഴിഞ്ഞ നമ്മുടെ വയപ്പുറം ഉമ്മ ടീച്ചറാണ് നമ്മുടെ സംസ്കൃത പഠന ക്ലാസ് എടുക്കുന്നത്. ടീച്ചറിനോട് പറഞ്ഞത് നമ്മൾ ഇത്ര മാത്രമാണ്, ഈ ക്ലാസ് പഠിച്ച് ഇറങ്ങുന്നവർക്ക് സംസ്കൃതം മാന്യമായി സംസാരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലാതെ നമ്മൾ വെറുതെ ഒരു കാട്ടിക്കൂട്ടലല്ല ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് പൂർണ്ണതയിലെത്തണം. പൂർണ്ണതയിൽ മാക്സിമം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു ആ ഒരു പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ഇതേപോലുള്ള ഗുരുക്കന്മാർ നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. തീർച്ചയായും അതിനുള്ളൊരു ശ്രമത്തിലാണ്. വളരെ നല്ലൊരു ക്ലാസ്സാണ് ഇന്ന് ഇപ്പോൾ ജയകൃഷ്ണൻ ഏട്ടൻ എടുത്തിരിക്കുന്നത്. നല്ലൊരു ഇതും ഭജഗോവിന്ദം, ഹരിയുടെ നാമങ്ങൾ ഏത് കുടുംബത്തിലാണോ അലയടിക്കുന്നത് ആ കുടുംബത്തെ ഭഗവാൻ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലെങ്കിൽ രക്ഷിക്കുമെന്ന് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇന്ന് കൂടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക്, ഇനി പങ്കെടുക്കാനിരിക്കുന്നവർക്കും ഒക്കെ സുഹൃതം ചെയ്തവരെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു സുഹൃതമാണ്. തീർച്ചയായും എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ഇതേപോലൊരു ഫൗണ്ടേഷൻ്റെ കൂടെ. ഇതിപ്പോൾ സുരേഷ് ഏട്ടനെ പോലെ, അതേപോലെ ജയകൃഷ്ണൻ ഓരോരുത്തരുടെ പേരെടുക്കുന്നില്ല, എല്ലാവരും മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഗുരുവര്യരാണ്. ഇവരുടെയൊക്കെ കൂടെ തന്നെ എന്താ പറയുക, നമ്മുടെ സജ്ജനങ്ങളുടെ കൂടെ സഹകരിക്കുമ്പോൾ നമ്മൾ സജ്ജനമായി മാറും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഇവിടെ എത്തിയപ്പെട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തീർച്ചയായും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ബാലശങ്കരം എന്നുള്ള ക്ലാസ് ഉണ്ട്, അത് 8 ക്ലാസ് കഴിഞ്ഞു. നമ്മൾ 9ാമത്തെ ക്ലാസ് ഇപ്പോൾ വരുന്ന ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി കുട്ടികൾക്ക് നമ്മുടെ സനാതന സംസ്കൃതിയെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ അവലംബിക്കുന്ന ഒരു പരിപാടിയാണ്. അതേപോലെ 6-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ സുഹൃതം സംസ്കൃതം ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത്. സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്ക് 1 വർഷത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് ഇത് തീർച്ചയായിട്ടും നമ്മൾ ഈ 1 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സൗന്ദര്യലഹരി പഠിച്ചിറങ്ങിയതുപോലെ തന്നെ സംസ്കൃത ക്ലാസ്സും നമുക്ക് ഇതുപോലെ പഠിച്ചിറങ്ങാൻ സാധിക്കും. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുക, എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകുക. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ട ഇത്രയധികം കാര്യങ്ങളൊന്നും പറയാൻ സാധിച്ചത്. ജയശങ്കര. സന്തോഷം ജ്യോതിഷി. നമ്മൾ ഇന്നത്തെ ഈ പഠന പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏവർക്ക് ബഹുമാന്യനായ ശ്രീ വാമനേട്ടനെ സാദരം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുവാനും എന്തായാലും ആ അനുഗ്രഹം എല്ലാവർക്കും ചൊരിയുവാനുമായി വാമനേട്ടനെ സാദരം ക്ഷണിക്കുന്നു.
ഓമനേട്ടൻ മ്യൂട്ടാണ്. മ്യൂട്ട് മാറ്റിയിട്ട് ജയശങ്കര, നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സൗന്ദര്യ ലഹരിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോ ജോഷേട്ടൻ പറഞ്ഞ പോലെ ആചാര്യസ്വാമികളുടെ കൃതികളെ കുറിച്ച് പഠിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇന്നലെ സരിത മാഡം പറഞ്ഞാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താണ്, നമുക്ക് ഒരു ഗുരുവിനെ ആവശ്യമുള്ളപ്പോ ആ ഗുരു നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളുടെ ആഗ്രഹം പരിശുദ്ധമാണെങ്കിൽ, പരിപൂർണമാണെങ്കിൽ നമുക്ക് അറിവ് വന്നു ചേരും. പറഞ്ഞത് അതായത് നമുക്കൊരു കുടം ജലത്തിലേക്ക് ആഴ്ച ആ കുടത്തിലേക്ക് വെള്ളം വന്നു ചേരും എന്ന് പറഞ്ഞ നമ്മുടെ സൗന്ദര്യ ലഹരി വളരെ മനോഹരമായി നമുക്ക് വിശദീകരിച്ചു തന്നു. ഇപ്പൊ പറ്റകോന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇത് കേൾക്കത്തക്ക രീതിയിൽ ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഞാൻ പറയാനൊന്നുമില്ല. കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പിന്നെ മാതാപിതാക്കന്മാരെ കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ആ സ്വഭാവ നൈർമല്യത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും സരസ്വതിയുടെ കടാക്ഷമുള്ള ആത്മാവിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഭക്തിയുടെ ഉദാത്തമായ മാതൃകകൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നപ്പോ സമയം കുറച്ചേ ഉള്ളൂ, എങ്കിലും പറയുകയാണ്, നമ്മൾ ഭക്തിയും ജ്ഞാനവും, ഭക്തിയും ജ്ഞാനം അറിവാണ് എന്ന് ഇന്നലെ നമ്മുടെ സരിതാചാര്യജി പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മുടെ എന്താ പറയാ, രമണ മഹർഷി എപ്പോഴും പറയും, അമ്മ അപ്പളം ഉണ്ടാക്കുമ്പോ പറയും, എന്താ പറയുക, അമ്മ അപ്പളം ഉണ്ടാക്കുക, ആ അപ്പളം ഉണ്ടാക്കി അമ്മ ഭക്ഷിച്ചോളൂ. അതുപോലെ ആ ജ്ഞാനം നമ്മൾ ഉണ്ടാക്കി ഭക്ഷിക്കണം. ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈശ്വരനിലേക്ക് തുളച്ചണമെന്ന ഭാഗം പറയണേ. ഗീതയില്, ഭഗവത്ഗീതയില് ഭക്തിയോഗത്തിൽ പറയുന്നുണ്ട്, മയ്യാവേശ്യമനോ ഏമാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോ വേദാസ്തേ മേ യുക്ത തമാമക. ഭക്തിയോഗത്തിൽ എന്താ പറയുന്നത്, എന്നെ മനസ്സിലുറപ്പിച്ച് പരമശ്രദ്ധയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമ യോഗികൾ. അപ്പൊ ശ്രദ്ധയും ഭക്തിയും, ശ്രദ്ധയോടെ ഭക്തിയോടെ നമുക്ക് നമ്മുടെ ഭജഗോവിന്ദം ജയകൃഷ്ണജിയുടെ വാക്കുകളിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ വരും. അദ്ദേഹത്തിന് നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങളും വായനയും, പരന്ന വായനയും വിജ്ഞാനം എവിടെ നിന്നും ആർജിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവും ആ യോഗ്യതയും നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മൾ എല്ലാവരെയും പ്രത്യേകിച്ച് പറഞ്ഞില്ല, മാധവട്ടം പറഞ്ഞ പോലെ എല്ലാവരും, അമ്മയും സത്സമ്മയും എല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും ഈ സത്സംഗം ആചാര്യസ്വാമികളുടെ അനുഗ്രഹത്താൽ ഈ സത്സംഗം മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഭജഗോവിന്ദം ഭക്തിയുടെ മാർഗത്തിലൂടെ അഭക്തി, ശ്രദ്ധയും അഭക്തിയും ജ്ഞാനവും നമുക്ക് മോക്ഷത്തിലേക്കുള്ള മാർഗം തെളിയിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിന് ആചാര്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും ജയകൃഷ്ണജിയുടെ ഈ ക്ലാസ്സുകൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിന്റെ ആ വാക്ക് ശ്രവിക്കാം. അതിന് ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷവ്രജത്ര തിരേരംഗിട്ടുവാംസസ്തനോ യശേമ ദേവഹിതം യഥാവു. നമ്മുടെ കാതുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കട്ടെ, കണ്ണുകളെ കൊണ്ട് നല്ല കാര്യങ്ങൾ കാണട്ടെ, നമ്മുടെ കരചരണങ്ങളെ കുറിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള ആചാര്യസ്വാമികൾ ഇവിടെ വന്നു പോയി, എന്നുണ്ട്, എപ്പോഴും ഉണ്ട്. അക്ഷരങ്ങളിലൂടെ നശിക്കാത്ത ആ ജ്ഞാനം എന്നും ലോകത്തിന് പകർന്നു നൽകി ആ ദീപജ്യോതി എന്ന് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. ആ ദീപജ്യോതിയുടെ പ്രകാശം നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ എപ്പോഴും നന്മ നൽകട്ടെ, പ്രകാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ഓമനേട്ട. ഞാൻ ഒരു 2 വാക്ക് സംസാരിക്കുന്നതിനായി ബിഷപ്പോളെ സാദരം ക്ഷണിക്കുകയാണ്. ഹരി ഓം, നമസ്തേ ജയശങ്കര. ഇന്നത്തെ ഈ ക്ലാസ് എന്തുകൊണ്ടും വളരെ പ്രയോജനപ്രദമായിരുന്നു. ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും നഷ്ടപ്പെടാതെ ഹൃദയത്തിലേക്ക്, ബുദ്ധിയിലേക്ക് ചേർക്കാൻ പാകത്തിനുള്ളവയായിരുന്നു. ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച്, ഭാഗവതത്തെ
ഒക്കെ ഭാഗവതത്തിലെ 3-4 കഥകൾ തന്നെ ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഭക്തിയുടെ മഹത്വം എത്ര മാത്രമാണ്. ആ ഭക്തിയുടെ മഹത്വം കൊണ്ടാണ് ഭജ ഗോവിന്ദം എന്ന് ഭഗവാൻ ആചാര്യസ്വാമികൾ പറയുന്നത്. അദ്ദേഹം JKG പറഞ്ഞതുപോലെ തന്നെ ഏകശ്ലോകി മുതൽ 1008 ശ്ലോകങ്ങളുള്ള പ്രകരണങ്ങൾ വരെ രചിച്ച അദ്ദേഹം ഭജഗോവിന്ദത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആശയവും അതുതന്നെയാണ്. ഭക്തി നേടുക, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എന്താണ് വേണ്ടത്, അത് തന്നെയാണ് ലക്ഷ്യം. ഡുകൃഞ്ചകരണേ നമ്മൾ മറ്റുള്ളതൊക്കെ പഠിക്കേണ്ട സമയത്ത് ബ്രഹ്മചര്യ കാലത്ത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷേ അത് കഴിഞ്ഞാല് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എന്താണോ നമ്മൾ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം, അതിലേക്ക് എത്തിച്ചേരാൻ എവിടെ നിന്ന് വന്നോ, ആകാശാൽ പതിതം തോയം എന്നാണ് പറഞ്ഞത്. ആകാശത്തിൽ നിന്ന് മേഘങ്ങളായി ജലങ്ങളായി ഭൂമിയിലേക്ക് എത്തിയത് സമുദ്രത്തിലേക്ക് ചെന്ന് ചേർന്ന് വീണ്ടും അത് ആകാശത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ ആ ഗോവിന്ദനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിനെ നമുക്കൊക്കെ നിമിത്തമായി JKG എല്ലാ അറിവുകളും പാണ്ഡിത്യവും ജ്ഞാനവുമുള്ള അദ്ദേഹത്തെ തന്നെ നമുക്ക് ആചാര്യനായി കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെയാണ്. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ അച്ഛന്റെയും അമ്മയുടെയും വിചാരധാരകളുടെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന് അനുഗ്രഹീതരാകുവാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഒപ്പം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, ഇനിയുള്ള ഓരോ പരിപാടികളിലും തീർച്ചയായും നിങ്ങളും പങ്കെടുക്കുക, അനുഗ്രഹീതരാകുക. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ആചാര്യൻ ശ്രീ ജയകൃഷ്ണൻജിക്കും സാദരം നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. ജയശങ്കർ. ജയശങ്കര, 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 ജയശങ്കര. അഹം ബ്രഹ്മാസ്മിയുടെ അടുത്ത ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 8 മുതൽ 8:30 വരെ ആയിരിക്കും. ഇന്ന് കുറച്ച് നമ്മുടെ ഇന്ന് ഔപചാരികതകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്ര ലേറ്റായത്. നമ്മൾ അരമണിക്കൂറാണ് ഈ ക്ലാസ് നടക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 8 മണിക്ക്. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര, 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 ജയശങ്കര.